അനുഗ്രഹീതമായ യാത്രയ്ക്കായിട്ട് കർത്താവിന് മഹത്വം. സഭയായിട്ട് പ്രാർത്ഥിച്ചാരംഭിച്ച ഈ ഉപവാസത്തിലൂടെ 6ാമത് രാത്രിയിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവപാദങ്ങളിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. നിങ്ങളുടെ മധ്യയെ ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിൽപ്പാൻ ഒരു രാത്രി കൂടെ എന്നെ പ്രാപ്തനാക്കിയ ദൈവത്തിന് എല്ലാ പുകഴ്ചകളും ആദരവുകളും അവിടുത്തെ പാദങ്ങളിൽ പ്രാരംഭമായിട്ട് ഞാൻ അർപ്പണം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഇന്ന് രാത്രിയിൽ ഞാൻ വന്ദനം ചെയ്യും. കർത്താവിൻ്റെ ദാസൻ, കുടുംബം, കർത്താവ് ശുശ്രൂഷയിലായിരിക്കുന്ന മറ്റ് ആദരണീയരായ ദൈവദാസൻ, നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടെ വന്ദനം ചെയ്യുവാൻ ഈ അവസരം ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൂടെ ചെലവഴിപ്പാൻ ലഭ്യമായ അവസരം എൻ്റെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി, ആത്മീയമായ മുന്നേറ്റങ്ങൾക്ക് കാരണമായി. നിങ്ങളോട് തിരുവെടുത്ത് സംസാരിക്കുമ്പോൾ ആ തിരുവെടുത്ത് എന്നോട് കൃത്യമായിട്ട് ഇടപെടുകയായി. എൻ്റെയും വ്യക്തിപരമായ ശുശ്രൂഷാപരമായ പല പ്രശ്നങ്ങൾ ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ മറുപടികൾ കാണുവാൻ കർത്താവ് സഹായിച്ചതോ. ഇത് രാത്രി നമുക്ക് ഒരുമിച്ച് വരെ നാമത്തെ മഹത്വപ്പെടുത്തണം. ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം നാം കേൾക്കണം. ഈ 6ാമത് രാത്രിയുടെയും ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ടെന്നുള്ളതാണ്. ഈ രാത്രി യോഗത്തിന്റെ പ്രത്യേകത കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളെ പ്രബലഗണിച്ച് നിങ്ങളിവിടെ എത്തി എന്നതല്ല. ഈ രാത്രി യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അതവിടുത്തെ വാഗ്ദത്തമാണ്. നിങ്ങളുടെ നാമത്തിൽ കൂടി വരുമ്പോൾ നിങ്ങളുടെ നടുവിൽ വസിക്കുക എന്നത് ദൈവത്തിന്റെ ഒരു സവിശേഷതയാണ്. അതാണ് മോശ എന്ന നേതാവിനോട് ദൈവം പറഞ്ഞത്, ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് അവരെനിക്കൊരു വിശുദ്ധ മന്ദിരം. അപ്പൊ എവിടെയും നടുവിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്ന കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിലുണ്ട്. അവന്റെ സാന്നിധ്യത്തിന്റെ കുടപ്പന്തലിന്റെ കീഴിൽ ഇന്ന് രാത്രി നമുക്കായിരിക്കും. ഞാൻ നാമങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ രാത്രിയിലെ ദൈവവചന പഠനത്തിന് ധ്യാനത്തിന് പോർബലകമായിട്ട് വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8, 9, 10 വചനങ്ങളാണ്. എന്നോട് ചേർന്ന് നിങ്ങളെല്ലാവരും ആ വാക്യം വായിക്കണം. ശബ്ദമുയർത്തി വായിക്കണം, സ്ഫുടമായിട്ട് വായിക്കണം. നമ്മൾ ഒന്നിച്ച് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് ആ വാക്യത്തിൽ നിന്നും ശബ്ദമായിട്ട് ധ്യാനിക്കാം. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8, 9 വാക്യങ്ങൾ. അതിഥി പ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും പത്യോപദേശത്താൽ പ്രബോധിപ്പിക്കാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ വചനം മുറുകെ പിടിക്കുന്നവനും. അവസാനത്തെ ആ ഭാഗം ഒന്ന് ചേർന്ന ശബ്ദം ഉയർത്തി വായിക്കാം. ഉപദേശപ്രകാരമുള്ള വിശ്വാസ വചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. നല്ല വചനത്തിനായിട്ട് കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ശക്തമായി കണ്ണുകളൊന്നും അടച്ച് ഈ വചനത്തിന്റെ മുൻപാകെ നമ്മുടെ ഹൃദയം വെള്ളം പോലെ പകർന്ന് ദൈവിക ഇടപെടലുകൾക്കായിട്ട് ഇന്ന് രാത്രി നമുക്ക് അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്യാം. എല്ലാവരും സ്തോത്രം ചെയ്താൽ. സ്തോത്രം എന്ന മനോഹരമായ പദം പ്രയോഗിക്കുവാൻ പ്രാപ്തിയില്ലാത്ത ആരും ഇന്ന് രാത്രിയിൽ ഇവിടെ ഇല്ലെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ന്യായമായ ശബ്ദം കൊണ്ട് സ്തോത്രം എന്ന പദം പ്രയോഗിക്കുവാൻ പ്രാപ്തി ലഭിച്ച എല്ലാ ദൈവമക്കളും
അല്പനിമിഷം നാളുകൾ തുറന്ന് സ്തോത്രം ചെയ്താൽ തുടർന്ന് കർത്താവ് നമ്മോട് സംസാരിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടാൻ പോവുകയാണ്. വചനം നമ്മോട് ഇടപെടാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്യാം. ഓടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാൽ, ഓടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാൽ, എന്നെ ഓർത്തു ദൈവദൂതൻ വന്നിടും. ഏറ്റവും സ്നേഹചൂടോട് വന്നിടും. ഏറ്റവും സ്നേഹചൂടോട് മഹേശ കരുണേശ പൊന്നു മഹേശ കരുണേശ പൊന്നു വേണ്ടതെല്ലാം എന്റെ എന്റെ ഓ നാളെ കൊണ്ട് മനസ്സിൽ ലവലേശം ഭാരമില്ല. നാളെ കൊണ്ട് മനസ്സിൽ ലവലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം എന്റെ ദൈവം മരത്തിൽ ആദ്യവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മരത്തിൽ ആദ്യവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീശോനെ തന്നെ ഏതും കാര്യമില്ലെന്നെ ഉള്ള ഏതും കാര്യമില്ലെന്നെ ഉള്ള മഹത്വത്തിന്റെ ആദരവാനായ കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങേക്ക് എല്ലാ പുകഴ്ചകളും അർപ്പിക്കുന്നു. ഞങ്ങളുടെ നടുവിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ഇന്ന് രാത്രി അങ്ങ് തൊടുന്നുണ്ടല്ലോ. ഞങ്ങളുടെ മുറിവുകളിൽ അങ്ങ് തഴുകുന്നുണ്ടല്ലോ. ഇന്ന് രാത്രി തിരുവഴുത്തിനെ തൃക്കരത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. വാഴ്ത്തി വിശുദ്ധീകരിച്ച് ജീവന്റെ അപ്പമായി ഞങ്ങൾക്ക് നൽകി തരാം. ബലഹീനന്റെ നാവിനെ സമർത്ഥകനായി ലേഖകന്റെ എഴുത്തുപോലെ ഒരു രാത്രി കൂടെ ലാവണ്യ അധരങ്ങളിൽ പകരാൻ അങ്ങേക്ക് പ്രസാദം തോന്നുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-9 വചനങ്ങളാണ് നമ്മൾ വായിച്ചത്. ഞാൻ കുറച്ച് നാളായിട്ട് നിയോഗത്തോടെ പലയിടങ്ങളിലും കൈകാര്യം ചെയ്യാറുള്ള ഒരു വചനമാണ് ഇന്ന് രാത്രിയിലെ പ്രാർത്ഥനയിൽ ലഭിച്ച നിയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. നമ്മൾ ഒന്നിച്ച് വായിച്ചു. ഈ വായിച്ച വാക്യത്തിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കണം. ആ വിശദീകരണത്തിനകത്താണ് നമുക്കുള്ള ദൂത്. അതിനു മുമ്പ് ഞാൻ ഈ തീത്തോസിന്റെ ലേഖനത്തെ കുറിച്ച് ഒരു കാര്യമൊന്നും പറയാം. ഇതിനു മുമ്പ് ഒരു പകല് ഞാൻ തീത്തോസിന്റെ ലേഖനം പ്രസംഗിച്ചു. അത് മറ്റൊരു വിഷയമായി.
അന്ന് തീത്തോസിന്റെ ലേഖനത്തിന്റെ ആമുഖ ഭാഗത്തെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും ഈ ലേഖനം നിങ്ങൾ വായിക്കുമ്പോൾ ഞാനിപ്പോ പറയുന്ന ആമുഖം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറും. ഈ ലേഖനം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. അന്ന് ഞാൻ പറഞ്ഞ പോലെ ഗൗരവമേറിയ ഒരു ശുശ്രൂഷ ജീവിതത്തിന്, അച്ചടക്കമുള്ള പരിപാലനമായ ഒരു ആത്മീക ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ പ്രബോധനങ്ങളും ദൈവാത്മാവ് നിറച്ചിട്ടിരിക്കുന്ന ലേഖനമാണ് തീത്തോസിന്റെ ലേഖനം. ഈ ലേഖനം സാധാരണ നമ്മൾ കൈകാര്യം ചെയ്യാറുള്ളത് ഇത്തരത്തിലുള്ള ഉപവാസ പ്രാർത്ഥനകളിലോ ഉണർവ് യോഗങ്ങളിലോ സുവിശേഷ യോഗങ്ങളിലോ കൺവെൻഷനുകളിലോ ഒന്നുമല്ല. തീത്തോസിന്റെ ലേഖനം നമ്മൾ സാധാരണ കൈകാര്യം ചെയ്യാറുള്ളത് വേലക്കാരുടെ വിശേഷങ്ങളുള്ള യോഗങ്ങളിലാണ്. ഞാൻ മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളിൽ, ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളിലൊക്കെ അതിഥികളായി വരുന്ന പ്രിയപ്പെട്ടവര് ഞങ്ങളുടെ വേലക്കാരെ ഈ ലേഖനം പ്രബോധിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പൊ വേലക്കാരുടെ വിശേഷമുള്ള യോഗങ്ങളിലെ ധ്യാനങ്ങൾക്കായിട്ട്, പഠനങ്ങൾക്കായിട്ട്, പ്രബോധനങ്ങൾക്കായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു ലേഖനമാണ് ഈ രാത്രിയിലെ നമ്മുടെ പൊതുപ്രഭാഷണത്തിന് ആധാരമായി നമ്മൾ പ്രാർത്ഥനയോടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തീത്തോസിന്റെ സുന്ദരമായ മനോഹരമായ ഈ ലേഖനം നമ്മൾ ശാന്തമായ ഒരു വിചിന്തനത്തിന്, ധ്യാനത്തിന് വിധേയമാക്കിയാൽ അപ്പോസ്തലനായ പൗലോസിന്റെ 3 ഇടയ ലേഖനങ്ങളിൽ ഒന്നാണ് തീത്തോസിനുള്ള ലേഖനം. മറ്റൊരു ഇടയ ലേഖനമായ 1 തീമോഥെയോസിന്റെ ലേഖനത്തോട് ഏതാണ്ട് സമാന സ്വഭാവമുള്ള ലേഖനമാണിത്. അത് വായിച്ചാൽ ഇതാണോ, ഇത് വായിച്ചാൽ അതാണോ എന്ന് തോന്നുമാറ് സമാന സ്വഭാവമുള്ള ലേഖനമാണ്. ഈ 3 ലേഖനങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് സഭാഭരണമാണ്. മൂപ്പന്മാർക്കുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള പ്രബോധനമാണ്. അതുകൊണ്ടാണ് വേലക്കാരുടെ മീറ്റിംഗിൽ സാധാരണ നമ്മൾ തീത്തോസിന്റെ ലേഖനം ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുക്കാറുള്ളത്. വായിച്ചത് തീത്തോസിന്റെ ലേഖനമായതുകൊണ്ട് തീത്തോസിനെ കുറിച്ച് ഒരു കാര്യം പറയാണ്ടിരിക്കാൻ നിർവാഹമില്ല. അവിടെ തീത്തോസിനെ കുറിച്ച് ഒറ്റ വാക്ക് പറഞ്ഞ് ആമുഖം അടയ്ക്കാം. ആരാണ് തീത്തോസ്? ആരായിരുന്നു തീത്തോസ്? തീർച്ചയായും ഒരു യവനായ പശ്ചാത്തലത്തിൽ നിന്നും യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച വിശ്വാസത്തിലേക്കും തേജസ്സേറിയ ശുശ്രൂഷയിലേക്കും വന്ന ഏറെ ആദരണീയനും അതികായകനുമായ ഒരു വ്യക്തിയായിരുന്നു ധന്യനായ തീത്തോസ്. പ്രായം കൊണ്ട് പൗലോസിനേക്കാൾ പലപടി മുതിർന്നയാളായിരുന്നു തീത്തോസെങ്കിലും എക്കാലഘട്ടങ്ങളിലും പൗലോസ് തീത്തോസിനെ അഭിസംബോധന ചെയ്തത് തന്റെ മകനായിട്ട് തന്നെയാണ്. കാരണം പൗലോസിന്റെ ശുശ്രൂഷയുടെ ഫലമായിട്ട് വിശ്വാസത്തിലേക്ക് വന്നയാളാണ് തീത്തോസ്. അപ്പൊ മഹാനായ പൗലോസിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് വിശ്വാസത്തിലേക്കും ശുശ്രൂഷയിലേക്കും വന്ന് തന്റെ വാത്സല്യ മകനായ തീത്തോസിനെ കരം വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അങ്ങ് ദൂരെ ക്രേത്ത എന്ന് പറയുന്ന ദ്വീപിലെ സഭയുടെ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുമ്പോൾ പൗലോസ് തന്റെ വാത്സല്യ മകനായ തീത്തോസിന് നൽകുന്ന ഗൗരവമേറിയ ഒരുപിടി പ്രബോധനങ്ങളാണ് നമ്മൾ വായിച്ചത്. അതിലൊരു പ്രബോധനമാണ് ഇന്ന് രാത്രി നമ്മൾ അല്പനിമിഷം ധ്യാനിക്കാൻ പോകുന്നത്. അപ്പൊ പൗലോസിന്റെ ശുശ്രൂഷയുടെ ഫലമായിട്ട് വിശ്വാസത്തിലേക്ക് വന്ന തന്റെ വാത്സല്യ മകനായ തീത്തോസിനെ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അങ്ങ് ദൂരെ ക്രേത്ത എന്ന സഭയിലെ ദ്വീപിലെ സഭയുടെ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുമ്പോൾ പൗലോസ് തന്റെ വാത്സല്യ മകനായ തീത്തോസിനോട് പറയുകയാണ്, മോനെ തീത്തോസേ, 1 നീ അതിഥി പ്രിയരും, 2 സൽഗുണപ്രിയരും, 3 സുബോധശീലരും, 4 നീതിമാനും, നോക്കി പറഞ്ഞു, 5 നിർമ്മലനും, 6 ജിതേന്ദ്രിയനും, 7 പദ്യോപദേശത്താൽ പ്രബോധിപ്പിക്കാനും, 8 വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന്, 9 ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കും. അപ്പൊ പൗലോസ് തന്റെ വാത്സല്യ മകനായ തീത്തോസിന് നൽകുന്ന ഗൗരവമേറിയ 9 പ്രബോധനങ്ങളില് 9ാമത്തെ പ്രബോധനമാണ് ഈ രാത്രി നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഉപദേശപ്രകാരമുള്ള വിശ്വാസ വചനം
മുറുകെ പിടിക്കുന്നവൻ ആയിരിക്കണം. ആ 9ാമത്തെ പ്രബോധനത്തിന്റെ അവസാനത്തെ പദം നിങ്ങളുടെ അനുവാദത്തോടെ അടർത്തി ഞാൻ ഈ രാത്രിയിൽ പുൾപിറ്റിൽ വെക്കുകയാണ്. മുറുകെ പിടിക്കുന്നവൻ ആയിരിക്കണം. പേന കൈയുള്ളവർ ആ പദത്തിന്റെ അടിയിൽ അടിവരയിട്ടു. ബൈബിളിൽ വരയ്ക്കാൻ വല്ല മടിയുണ്ടെങ്കിൽ ബൈബിളിൽ വരയ്ക്കേണ്ട മനസ്സിൽ ആ വാക്കൊന്ന് എഴുതിയിട്ട് ഒന്ന് വരച്ചിട്ടാൽ മതി. മുറുകെ പിടിക്കുന്നവൻ ആയിരിക്കണം. ഉറക്കെ ഒന്ന് പറഞ്ഞേ. ഞാനാണ് ഉറക്കെ പറയുന്നത്. അതെ, അപ്പൊ 9ാമത്തെ പ്രബോധനത്തിന്റെ അവസാനത്തെ വാക്ക് നിങ്ങളുടെ മൗനാനുവാദത്തോടെ ഞാൻ നടത്തിയെടുക്കുക. ആ വാക്കിനെയാണ് ഇന്ന് രാത്രി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മുറുകെ പിടിക്കുന്നവൻ ആയിരിക്കുക. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ആത്മതപനങ്ങളുടെ 6ാമത് രാത്രിയിൽ ദൈവനെ ഏൽപ്പിച്ച സന്ദേശത്തിന് നിങ്ങളുടെ മൗനാനുവാദത്തോടെ ഞാനൊരു തലക്കെട്ട് കൊടുക്കുകയാണ്. മുറുകെ പിടിക്കുന്നവർ ആയിരിക്കുക. ഈ വാക്യത്തിലെ ധ്യാനങ്ങളിലൂടെ മുറുകെ പിടിക്കുന്നവരായിരിക്കുക എന്നൊരു ദൂത് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചപ്പോൾ ഞാൻ ആ ദൂതിലെ ധ്യാനങ്ങൾക്കായിട്ട്, പഠനങ്ങൾക്കായിട്ട്, പ്രാർത്ഥനകൾക്കായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ അതിനെ 2 ഭാഗമായിട്ട് ദൈവാത്മാവ് എനിക്ക് തിരിച്ചു തരുവാനിടയായി. ഒന്ന്, മുറുകെ പിടിപ്പാൻ പാടില്ലാത്തത്. 2, മുറുകെ പിടിക്കേണ്ടിയത്. വീണ്ടും അതിനെ ദൈവസന്നിധിയിൽ പഠനങ്ങൾക്കായി, ധ്യാനങ്ങൾക്കായി സമർപ്പിച്ചപ്പോൾ മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ, മുറുകെ പിടിക്കേണ്ടിയ 7 കാര്യങ്ങൾ എന്റെ ധ്യാനത്തിൽ വിശുദ്ധ തിരുവെഴുത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് രാത്രി മുറുകെ പിടിക്കുന്നവരായിരിക്കുക എന്ന ഗൗരവമേറിയ സന്ദേശത്തിൽ നിന്നുകൊണ്ട് 2 ഭാഗങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഒന്ന്, നമുക്ക് മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യം. 2, മുറുകെ പിടിക്കേണ്ടിയ 7 കാര്യം. മുറുകെ പിടിക്കുന്നവരായിരിക്കുക എന്ന സന്ദേശത്തിൽ നിന്നുകൊണ്ട് മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യങ്ങളെ കുറിച്ച്, മുറുകെ പിടിക്കേണ്ടിയ 7 കാര്യങ്ങളെ കുറിച്ച് തിരുവെഴുത്തിലൂടെ ശാന്തമായിട്ട് ഇന്ന് രാത്രി നമ്മൾ ധ്യാനിക്കുമ്പോൾ ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. അപ്പാ, മുറുകെ പിടിപ്പാൻ പാടില്ല എന്ന് തിരുവെഴുത്ത് പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങളോട് സമ്പൂർണമായി വിട പറഞ്ഞ് മുറുകെ പിടിക്കുവാൻ തിരുവെഴുത്ത് പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങളെ ദൃഢമായി പിടിച്ചുകൊണ്ട് ആക്ഷേപരഹിതമായ, മാതൃകാപരമായ, അനുഗ്രഹപൂർണമായ, ആരോഗ്യപരമായ ഒരാത്മീക ജീവിതം നയിപ്പാൻ അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകരണമെന്ന് ഹൃദയംഗമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കണം. മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യം, മുറുകെ പിടിക്കേണ്ട 7 കാര്യം. ആമുഖമായിട്ടാണെന്ന് പറയാൻ വേണ്ടി സമയത്തിനകത്ത് നമുക്ക് 2 ഭാഗത്തു നിന്നും ബാലൻസ് ചെയ്ത് വിശദീകരിക്കാം. മുറുകെ പിടിപ്പാൻ നമുക്ക് പാടില്ലാത്ത 3 കാര്യങ്ങളിൽ 1, പാപങ്ങളെ മുറുകെ പിടിക്കരുത്. പാവങ്ങളെയല്ല, പാപങ്ങളെ മുറുകെ പിടിക്കരുത്. അതിന്റെ വേദാധാരം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം 3-ാം വചനമാണ്. അത് എടുത്തു വെക്കുക. നമുക്ക് മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 2ാമത്തെ കാര്യം, പാർക്കുന്ന വീട് അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക സമ്പത്തിനെ മുറുകെ പിടിക്കരുത്. ഇയ്യോബ് 8:15. നമുക്ക് മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3ാമത്തെ കാര്യം, വഞ്ചനകളെ മുറുകെ പിടിക്കരുത്. യിരെമ്യാവ് 8:5. അവ ദൈവത്തിന്റെ മക്കളായ നമുക്ക് ഈ ദുഷ്ടലോകത്തിൽ മുറുകെ പിടിപ്പാൻ പാടില്ല എന്ന് വചനം പറയുന്ന 3 കാര്യം മനസ്സിലായോ? 1, പാപങ്ങളെ മുറുകെ പിടിക്കരുത്. 2, പാർക്കുന്ന വീടിനെ, ഭൗതിക സമ്പത്തിനെ മുറുകെ പിടിക്കരുത്. 3, വഞ്ചനകളെ മുറുകെ പിടിക്കരുത്. 3 കല്ലേലിയാണ് ന്യായമായിട്ട് വരേണ്ടത്. മഴയൊക്കെ പെയ്തതുകൊണ്ട് 3 ചേർത്ത് ഒറ്റയോർണം പറഞ്ഞാൽ മതി. ബാക്കി 2 മാറ്റി വെച്ചേക്കണം, അവസാനം പറയണം. ഇനി മുറുകെ പിടിക്കേണ്ടിയ 7 കാര്യം. 1, ഭക്തിയെ മുറുകെ പിടിക്കുന്നവരായിരിക്കുക. ഇയ്യോബ് 2:3. 2, ക്രിസ്തുവാകുന്ന തലയെ മുറുകെ പിടിക്കുന്നവരായിരിക്കുക. കൊലോസ്യർ 2:18. 3, നല്ലത് മുറുകെ പിടിക്കുക. 1 തെസ്സലോനിക്കർ 5:21.
4 ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുക. റഫറൻസ് വേണ്ടല്ലോ, നമ്മുടെ ആധാരവാക്യം അതാ. 5 നിത്യജീവനെ മുറുകെ പിടിക്കുന്നവരായിരിക്കുക. 1 തിമോഥെയോസ് 6:12. 6 പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും മുറുകെ പിടിക്കുന്നവരായിരിക്കുക. എബ്രായലേഖനം 3:6. 7 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കുക. വെളിപ്പാട് 2:13. അപ്പൊ മുറുകെ പിടിപ്പാൻ പാടില്ലാത്തത് കേവലം 3 കാര്യമാണെങ്കിൽ മുറുകെ പിടിക്കേണ്ടിയത് അതിൽ ഇരട്ടിയിലധികം കാര്യമാണ്. ഭക്തിയെ, ക്രിസ്തുവാകുന്ന തലയെ, നല്ലതിനെ, ഉപദേശപ്രകാരമുള്ള വചനത്തെ, നിത്യജീവനെ, പ്രത്യാശയുടെ ധൈര്യത്തെ, പ്രശംസയെ, നമ്മുടെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധ നാമത്തെ. എത്ര അല്ലേലിയ വേണ്ടെന്നറിയാമോ? 7 വേണ്ടിയത് 7 ചെറുതുച്ചത്തിൽ ഓർമ്മ പറഞ്ഞാൽ മതി. ഇതെല്ലാം കൂടെ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല കേട്ടോ. 2 ഇടത്തുനിന്നും ബാലൻസ് ചെയ്ത് പറഞ്ഞ് നമുക്ക് ഇത് രാത്രിയിൽ ആരാധിക്കണം. നമുക്ക് മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 1ാമത്തെ കാര്യം പാപങ്ങളെയാണ്. അതിന് ആധാരവാക്യം നിങ്ങൾ വായിക്കണ്ട, എഴുതിയെടുത്താൽ മതി. പാപങ്ങളെ മുറുകെ പിടിക്കരുത്. എന്നാലും ദൈവത്തിന്റെ ജനത്തെ കൊണ്ട് പാപം ചെയ്യിച്ച നബാത്തിന്റെ മകനായ യെരോബെയാമിന്റെ പാപങ്ങളെ അവർ വിട്ടുമാറാതെ മുറുകെ പിടിച്ചു. അതാണ് അവരുടെ വാക്യം. ആ വാക്യത്തിന്റെ ചരിത്രത്തിലേക്കോ പശ്ചാത്തലത്തിലേക്കോ സാഹചര്യങ്ങളിലേക്കോ ഒന്നും ഞാൻ പോകുന്നില്ല. അതിനുള്ള നേരം നമുക്കില്ല. ഇവിടെ രക്ഷിക്കപ്പെട്ട ആത്മനിറവ് പ്രാപിച്ച നിത്യതയുടെ ദർശനം അകത്തുള്ള ഒരു ദൈവവൈതന് ഈ ദുഷ്ടലോകത്തിൽ മുറുകെ പിടിപ്പാൻ വ്യവസ്ഥയില്ലാത്ത 1ാമത്തെ കാര്യം പാപങ്ങളെയാണ് എന്ന് വിശദീകരിക്കേണ്ടതിന് ആധാരമായി ഞാൻ ആ വാക്യം പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. പാപങ്ങളെ മുറുകെ പിടിക്കരുത്. അപ്പൊ ഈ വല്ലാത്ത ലോകത്തിൽ ദൈവത്തിന്റെ മക്കളായ നമുക്ക് മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 1ാമത്തെ കാര്യം പാപങ്ങളെയാണെങ്കിൽ എന്താണ് പാപം? എന്താണ് പാപം? 1.5 പതിറ്റാണ്ട് കൊണ്ട് മലയാളക്കരെ ആകെ ഞാൻ തുടർമാനമായി പ്രസംഗിച്ചു വരുന്ന ഒരു വിഷയമാണ് പാപം, പാപത്തിന്റെ കടന്നുകയറ്റം, പാപത്തിന്റെ പരിണിത ഫലങ്ങൾ, പാപത്തിന്റെ പരിഹാരമാർഗം. ഇന്നും ഞാൻ അഭിസംബോധന ചെയ്യുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആത്മനിറവിൽ, ആത്മാവേശത്തിൽ, ആത്മഭാരത്തോടെ പ്രസംഗിക്കുന്ന ഒരു വിഷയമാണ് പാപം, പാപത്തിന്റെ രംഗപ്രവേശനം, പാപത്തിന്റെ പരിണിത ഫലങ്ങൾ, പാപത്തിന്റെ പരിഹാരമാർഗം. പേരെ നമുക്ക് മുറുകെ പിടിക്കാൻ പാടില്ലാത്ത പ്രഥമ സംഗതി പാപങ്ങളെയാണെങ്കിൽ എന്താണ് പാപം? എന്താണ് പാപം എന്ന് ചോദിച്ചാൽ സാധാരണക്കാരായ നമുക്ക് മനസ്സിലാകത്തക്ക സഭ്യമായ ലളിതമായ ഭാഷ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ചേ, ഇത്രയേ ഉള്ളൂ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ചെയ്യാതിരിക്കേണ്ട കാര്യം ചെയ്യുന്നതുമാണ് പാപം. ഗ്രീക്കിലേക്കോ ഹീബ്രുവിലേക്കോ മറ്റു മൂലഭാഷകളിലേക്കോ ഒന്നും നാം ഓടിയിട്ട് കൊഴയേണ്ട കാര്യമില്ല. സാധാരണക്കാരായ നമുക്ക് മനസ്സിലാക്കത്തക്ക ലളിതമായ ഭാഷ പറഞ്ഞാൽ എന്താണ് പാപം? നാം ഇവിടെ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്നതും ചെയ്യാതിരിക്കേണ്ട കാര്യം ചെയ്യുന്നതുമാണ് പാപം, അല്ലേ? അതിനുമേലെ ഏതെങ്കിലും സംഭവിച്ചത്? അതെ, അരുത് എന്ന് പറഞ്ഞ കാര്യത്തെ ആദിമാതാപിതാക്കൾ ചെയ്തു. വേദപുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞാൽ അത്യുന്നതനും സർവശക്തനും സൃഷ്ടാവും മഹാദൈവവുമായവന്റെ കൽപ്പനയെ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ നിരസിക്കുന്നതാണ്, തള്ളിക്കളയുന്നതാണ്, മറക്കുന്നതാണ്, വെറുക്കുന്നതാണ്, ഉപേക്ഷിക്കുന്നതാണ് പാപം എന്ന് പറയുന്നത്. ഈ പാപം എന്ന വിഷയത്തിൽ വേദപുസ്തകത്തിൽ നാം ഒരു തിരയൽ നടത്തിയാലേ പാപത്തെ വിശദമാക്കുന്ന 7 കാര്യങ്ങൾ ബൈബിളിലുണ്ട്. ഞാൻ ഒറ്റ ശ്വാസത്തിൽ ഇതൊന്ന് പറഞ്ഞു കേൾപ്പിക്കാം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സാധാരണക്കാരായ നമ്മുടെ ദൃഷ്ടിയിൽ ഭീകരമെന്ന് മാരകമെന്ന് നമ്മൾ ചിന്തിക്കുന്ന കുടുംബാതകങ്ങളോ മനുഷ്യത്വ ബോധമില്ലാത്ത നരാധമ ജീവനുകളോ മാത്രമല്ല പാപം. ഒരുപടി മുന്നോട്ട് വെച്ച് പറഞ്ഞാൽ വിശുദ്ധിയിൽ ഭയങ്കരനായ മഹാദൈവത്തിന്റെ വിശുദ്ധിക്ക് നിരക്കാത്ത ഒരു ചെറിയ ചിന്ത പോലും, ഒരു ചെറിയ നോട്ടം പോലും, ഒരു ചെറിയ ഹൃദയ വിചാരം പോലും പാപമാണ് എന്നുള്ള കാര്യം കൃപ പ്രാപിച്ച ദൈവമക്കൾ മറന്നു പോകരുത്. ഞാൻ പറഞ്ഞ പാപം എന്ന വിഷയത്തിൽ വേദപുസ്തകത്തിൽ തിരഞ്ഞാൽ പാപത്തെ വ്യക്തമാക്കുന്ന 7 കാര്യമുണ്ടെന്ന് കേട്ടെ. 1, ഗർഭമുള്ള കണ്ണ്, അഹങ്കാര ഹൃദയം, ദുഷ്ടന്മാരുടെ ദീപം, പാപത്തിന് തെളിവ് വേണോ? സാദൃശ്യവാക്യം 21:4 വായിക്കണ്ട.
2 പോഷന്റെ നിരൂപണം പാപം തന്നെ. സദൃശവാക്യം 24:9. 3 വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കാത്തതൊക്കെയും പാപം തന്നെ. റോമാലേഖനം 14:23. 4 മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. യാക്കോബ് 2:9. 5 നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവനത് പാപം തന്നെ. യാക്കോബ് 4:17. 6 പാപം ചെയ്യുന്നവൻ അധർമ്മം ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. 1 യോഹന്നാൻ 3:4. 7 ഏതനീതിയും പാപം തന്നെ. 1 യോഹന്നാൻ 5:17. അപ്പൊ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, ഈ ദുഷ്ടലോകത്തിൽ ദൈവത്തിന്റെ മക്കളായി നമുക്ക് മുറുകെ പിടിക്കാൻ വ്യവസ്ഥയില്ലാത്ത ഒന്നാമത്തെ കാര്യം പാപങ്ങളെയാണെങ്കിൽ എന്താണ് പാപം എന്ന് ഞാൻ പറഞ്ഞു. പാപത്തെ വിശദമാക്കുന്ന 7 കാര്യങ്ങൾ വേദപുസ്തകത്തിന്റെ തെളിവിൽ 1 മുതൽ 7 വരെ ഞാൻ നിരത്തി. ഇന്ന് രാത്രി ആ ഭാഗം ഞാൻ അവസാനിപ്പിച്ച് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ മറക്കല്ല്, മനുഷ്യാത്മാവിന്റെ മണ്ഡലത്തിലാണ് പാപമെന്ന മഹാദുരന്തം സംജാതമായതെങ്കിലും ആ ദുരന്തത്തിന്റെ അനന്തരഫലം സുന്ദരമായ പ്രകൃതിയെ മുഴുവൻ, മനോഹരമായ പ്രപഞ്ചത്തെ മുഴുവൻ, ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ മുഴുവൻ സാരമായി, മൃഗീയമായി, അതിക്രൂരമായി ബാധിച്ചു. അതിന്റെ ഫലമായി എന്താ സംഭവിച്ചത്? സകല സൃഷ്ടികളും ശാപത്തിന്റെ കീഴിലായി പോയി. അതാണ് ജ്ഞാനിയായ ശലോമൻ പണ്ട് പറഞ്ഞത്, ഹാ മായ, സകലതും മായ, വാനിന് കീഴിൽ ഭൂമിക്ക് മുകളിലുള്ളതെല്ലാം മായ. കാരണം പാപം. അത് തന്നെയാ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത്, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്ന ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. കാരണം പാപം. ഈ ഭൂമിയിൽ വർദ്ധിച്ചു വരികന്ന സകല തിന്മകളുടെയും പിന്നിലെ അടിസ്ഥാനപരമായ കാരണം ബൈബിൾ പറയുന്നു പാപമാണെങ്കിൽ ആ പാപം ആത്മഹത്യയിൽ ആരംഭിച്ച് ആ പാപം പ്രാകൃതത്തിൽ വളർന്ന് ആ പാപം ദൈവഹത്യയിൽ പരമകഷ്ടയിലെത്തി. അതാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ ബലിമരണം. ഒരല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തിന്റെ തായ്വേര് തെളിച്ച് നാം ഓടിയാൽ ആ ഓട്ടം എത്തി നിൽക്കുന്നത് എവിടാന്നറിയാമോ? മാനവരാശിയുടെ ഘോരമായ പാപത്തിലാണ്. എന്റെ പ്രിയരെ, ഒരു തിന്മയും ചെയ്തിട്ടില്ലാത്ത, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത പരിശുദ്ധനായ ക്രിസ്തു ഒരു പാപിയെ പോലെ, കുറ്റവാളിയെ പോലെ കാൽവരിയിൽ മരിച്ചത് എന്തുകൊണ്ടാ? നമ്മുടെ പാപം നിമിത്തമാണ്. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ കർത്താവിനെ പോലെ പരിശുദ്ധൻ ആരുണ്ട്? എത്ര പരിശുദ്ധനാ! ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത നമ്മുടെ പരിശുദ്ധനായ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു കുറ്റവാളിയെ പോലെ കാൽവരിയിൽ പിടഞ്ഞു മരിച്ചത് നമ്മുടെ പാപം നിമിത്തമാണ്, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പാപനിമിത്തം അവനേറ്റ അടിപ്പിണറിലൂടെ ഊറ്റി ഒഴുക്കിയ രക്തത്തിലൂടെ ഇന്ന് രാത്രി കഴുകൽ പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച്, അവൻ നീതീകരണം പ്രാപിച്ച് ദൈവമക്കൾ എന്ന പദവിയിലേക്ക് എത്തപ്പെട്ട വിശ്വാസിയെ മറക്കല്ല്. നമ്മുടെ കർത്തവ്യമാണ് പാപത്തോട് പോരാടുക. നമ്മുടെ കർത്തവ്യമാണ് പാപത്തോട് എതിർത്ത് നിൽക്കുക. നമ്മുടെ കർത്തവ്യമാണ് പാപത്തെ കീഴ്പ്പെടുത്തുക. നമ്മുടെ കർത്തവ്യമാണ് പാപത്തെ മുറുകെ പിടിക്കാതിരിക്കുക. കാരണം അനധിവിദൂര ഭാവിയിൽ നമ്മുടെ പ്രത്യാശയാകുന്ന കർത്താവ് മേഘാരൂഢനായി പുനരാഗമിക്കും. നമ്മുടെ കർത്താവ് മേഘാരൂഢനായി പുനരാഗമിക്കുന്നത് അഭക്തനെ ചേർക്കാനല്ല, അശുദ്ധനെ ചേർക്കാനല്ല, പാപിയെ ചേർക്കാനല്ല, പിന്നെ കറയില്ലാത്ത, ചുളുക്കമില്ലാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത ഒരു നിർമ്മല കാന്തയെ തന്റെ സഭയെ ചേർക്കാനാണ് അവൻ മേഘാരൂഢനായി പുനരാഗമിക്കാൻ പോകുന്നത്. അവന് കറയുണ്ടോ, ചുളുക്കമുണ്ടോ, വാട്ടമുണ്ടോ, മാലിന്യമുണ്ടോ, പാപത്തെ താലോലിക്കുന്നുണ്ടോ, പാപത്തിന്റെ ഇടനാഴിയിലൂടെ ആരും അറിയാതെ അവധസഞ്ചാരം നടത്തുന്നുണ്ടോ, പാപത്തെ മുറുകെ പിടിക്കുന്നുണ്ടോ? ഇവിടെ ആനന്ദിക്കാം, ഇവിടെ സന്തോഷിക്കാം, ഇവിടെ അഭിനയിക്കാം, ഇവിടെ പുകമറകൾ ശ്രദ്ധിക്കാം. പക്ഷെ വരാൻ പോകുന്ന ദുരന്തം കാഹളം ധ്വനിക്കും, കൈവിടപ്പെട്ടു പോകും. ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ സംഭവം അടുത്ത ഏത് നിമിഷവും സംഭവിക്കും. ആ സംഭവം നമ്മുടെ പ്രത്യാശയാകുന്ന യേശുക്രിസ്തുവിന്റെ വരവാണ്. കർത്താവിന്റെ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ ഇന്ന് രാത്രി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അവനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരിൽ ഞാനും കാണുമെന്ന് പ്രാഗൽഭ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ആ കരമുയർത്തി ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ പ്രാഗൽഭ്യമില്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടോ? ആണ്ടിന്റെ അവസാനമാണ്. നമ്മുടെ തീരുമാനം പുതുക്കുക. ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മുടെ കർത്താവ് വരാനായി. അതാ പാട്ടുകാരൻ പാടുന്ന വിശുദ്ധിയെ തികച്ചതാ പ്രിയൻ വരും.
താമസം ഏറെയില്ല. തന്റെ വാഗ്ദത്തങ്ങളെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ലോകത്തിൽ ദൈവമക്കളായ നമുക്ക് മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം മറക്കരുത്, പാപം. ഇനി മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം കൂടെ പറയാം. രണ്ടാം ഭാഗം വിടാം. പാർക്കുന്ന വീട് അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക സമ്പത്തിനെ മുറുകെ പിടിക്കരുത്. പറയാം. കാര്യം അത്ര ഉണർവ് വരാത്തൊരു കാര്യമായി ഞാൻ പറയാൻ പോകുന്നു. അത്ര സന്തോഷം വരാത്തൊരു കാര്യമായി ഞാൻ പറയാൻ പോകുന്നു. അതുകൊണ്ട് ആരും ഉറങ്ങരുത്, ആരും ഉറങ്ങി പോകരുത് കേട്ടോ. ആരും നടക്കരുത്, കണ്ടും ചെയ്താലും ഉറങ്ങരുത് കേട്ടോ. അത്ര ഉണർവ് വരാത്തൊരു കാര്യമായി ഞാൻ പറയാൻ പോകുന്നു. പാർക്കുന്ന വീടിനെയും ഭൗതിക സമ്പത്തിനെയും. സമ്പത്ത് വേണ്ട എന്ന് ബൈബിൾ പറയുന്നില്ല, വീട് വേണ്ട എന്ന് പറയുന്നില്ല. പല പ്രാവശ്യം ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെയൊന്നും വീട് വേണ്ട എന്നൊരു കാര്യം ഞാൻ വായിച്ചിട്ടില്ല. നമുക്കൊക്കെ എന്ത് വേണം പറ? വീട്. ദൈവങ്ങളുടെ കാര്യമാണ് പറയാം. നമുക്കെന്ത് വേണം? വാസയോഗ്യമായ വീടുകൾ വേണം. കർത്താവ് പോലും എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവുക. ഞാൻ പോയി സ്ഥലം ഒരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന്. പിന്നെ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. എന്നിലും വിശ്വസിപ്പീൻ, എന്റെ പിതാവിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ എത്ര വാസസ്ഥലമാണ്? അപ്പൊ വീട് വേണ്ട എന്ന് അവിടുന്നും പറയുന്നില്ല, ഇവിടുന്നും പറയുന്നില്ല, ഞാനും പറയുന്നില്ല. വീട് വേണം. ഇവിടുത്തെ യാഗമെല്ലാം കഴിഞ്ഞാൽ നേരെ നാളെ കഴിഞ്ഞ് പോകുന്നത് കോട്ടയത്തെ പരസ്യവത്തിലേക്ക്. ആ പരസ്യവത്തിലെല്ലാം പകൽ പ്രസംഗിച്ച ശേഷം രാത്രി അവിടെ ഒരു കൺവെൻഷനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിൽ ചെല്ലും. എനിക്ക് തല ചായ്ക്കാനേ. എനിക്ക് കൊണ്ടൊരു കൊച്ചു വീട്, 8000 സ്ക്വയർ ഫീറ്റ് ഒന്നുമില്ല, ഒരു കൊച്ചു വീട്. നമുക്കെല്ലാം തല ചായ്ക്കാൻ ഓരോ കൊച്ചു വീടുകൾ. വീട് വേണ്ടെന്ന് പറയുന്നു. സമ്പത്ത് വേണം, പലതും കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സമ്പത്ത് വേണം, വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ നിത്യതയുടെ പ്രത്യാശ അകത്തുള്ളൊരു ദൈവം ഇതിനോട് വചനം പറയുന്നത് നിങ്ങൾ ഇതിനെ മുറുകെ പിടിക്കരുത്. കാര്യങ്ങൾ ഉയർത്തി ഒരു ഹാലേലൂയ പറഞ്ഞാട്ടെ. എന്റെ പ്രഭാഷണത്തിന്റെ ആധാരം ചരിത്രമല്ലല്ലോ, എന്റെ പ്രസംഗത്തിന്റെ ആധാരം സയൻസ് അല്ലല്ലോ. എന്റെ പ്രസംഗത്തിന്റെ ആധാരം ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാ. ഇത് മാത്രം പ്രസംഗിച്ചു 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 പ്രസംഗിച്ച് ഒടുക്കമ പാദപീഠം അണയണമെന്നാണ് എന്റെ ആഗ്രഹം. അവിടെ നിങ്ങൾ ആ വാക്യം ഒന്ന് വായിക്കാം. പാർക്കുന്ന വീടിനെ ഭൗതിക സമ്പത്തിനെ മുറുകെ പിടിക്കരുത്. അതിന്റെ വേദാധാരം ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഇയ്യോബ് 8:15. എനിക്ക് ആ വാക്യം ഹൃദയസ്ഥമാണ് എങ്കിലും നിങ്ങളൊന്ന് വായിച്ചു. എത്ര ആഴമായ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമാണ്. അവൻ തന്റെ വീട്ടിനെ ആശ്രയിക്കും, അതോ നിൽക്കയില്ല. നിൽക്കാതെ വരുമ്പോൾ അവനതിനെ മുറുകെ പിടിക്കും, അതോ നിലനിൽക്കയില്ല. ഇയ്യോബിന്റെ ജീവിത പ്രതിസന്ധിയിൽ ഒരുപക്ഷെ തന്നെ ആശ്വസിപ്പിക്കുവാൻ വന്ന തന്റെ സ്നേഹിതർ തനിക്കെതിരെ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഇയ്യോബ് പറഞ്ഞതായിരിക്കാം. എന്തുമാകട്ടെ, ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ആ വാക്യത്തെ ഒന്ന് ധ്യാനിച്ചപ്പോഴാണ് അതിന്റെ ആഴം എനിക്ക് മനസ്സിലായത്. അവൻ തന്റെ വീട്ടിനെ ആശ്രയിക്കും. പ്രിയരേ, ആശ്രയിക്കാൻ ഈ ലോകത്തിൽ എല്ലാം ഉള്ളൊരു മനുഷ്യനാണ് ഇയ്യോബ് കേട്ടോ. പക്ഷെ ആയുസ്സിന്റെ അന്ത്യ നിമിഷം വരെ അദ്ദേഹത്തിന്റെ മുഴുവൻ ആശ്രയം തന്റെ സൃഷ്ടാവായ ദൈവത്തിൽ മാത്രമായിരുന്നു.
ഈ ആറാമത് രാത്രി ആ 10 ശിരോമണിയോട് ചേർന്ന് മാറത്ത് കരം വെച്ച് എത്ര ദൈവങ്ങൾക്ക് പറയാൻ കഴിയും? ആശ്രയിക്കാൻ എനിക്ക് ഇവിടെ പലതുമുണ്ടെങ്കിലും എന്റെ ആയുസിന്റെ അന്ത്യനിമിഷം വരെ എന്റെ മുഴുവൻ ആശ്രയം എന്റെ സൃഷ്ടാവായ ദൈവത്തിൽ മാത്രമായിരിക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ആലയത്തിന്റെ അകത്തുണ്ടെങ്കിൽ കൈ ഉയർത്തിയോ ആ കരം അടിച്ചോ ആത്മാവിലെന്ന് ബലപ്പെട്ടാട്ടെ. ശക്തിയോടെ ആശ്രയിക്കാൻ എനിക്കിവിടെ പലതുമുണ്ടെങ്കിലും ആശ്രയിക്കാൻ എനിക്കിവിടെ പലതുമുണ്ടെങ്കിലും ശക്തിയോടെ എന്റെ ആയുസിന്റെ അന്ത്യനിമിഷം വരെ എന്റെ മുഴുവൻ ആശ്രയം എന്റെ സൃഷ്ടാവായ ദൈവത്തിലായിരിക്കുമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ആ കരം തപ്പി 50 നിമിഷം ആത്മാവിലെന്ന് ബലപ്പെട്ടു. എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ കുഞ്ഞുമക്കളും എല്ലാ യൗവനക്കാരും എല്ലാ മാതാപിതാക്കളും എല്ലാ പ്രിയപ്പെട്ടവരും കരമടിച്ച് എന്റെ ആശ്രയം എന്റെ ദൈവത്തിലാണെന്ന് ഉറപ്പുള്ളവര്, എന്റെ ആശ്രയം എന്റെ ദൈവത്തിലാണെന്ന് ഉറപ്പുള്ളവര്, എന്റെ ആശ്രയം കുതിരയിലല്ല, എന്റെ ആശ്രയം രഥത്തിലല്ല, എന്റെ ആശ്രയം അശ്വബലങ്ങളിലല്ല, എന്റെ ആശ്രയം എന്റെ സൃഷ്ടാവായ ദൈവത്തിലാണെന്ന് ഉറപ്പുള്ള ദൈവങ്ങളുടെ സ്തോത്രമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നത് ചെറിയ കാര്യമല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നത് വലിയ കാര്യമാണ്. കാരണം ബൈബിൾ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്ന ജനം ഭാഗ്യമുള്ളവർ. വീണ്ടും പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്ന ജനത്തെ യഹോവ അറിയുന്നു. ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ ബലം, ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ മനോവീര്യം, ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ പ്രാഗൽഭ്യം, ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ സന്തോഷം, സമാധാനം വിശദീകരണങ്ങൾക്ക് അപ്പുറമാണ് കേട്ടോ. ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ മനോബലവും വീര്യവും പ്രാഗൽഭ്യവും സന്തോഷവും സമാധാനവും ഒക്കെ കണ്ടിട്ട് ഒരിക്കൽ സങ്കീർത്തനക്കാരൻ ചോദിച്ചു, ഇവനെ ആരോടാണെന്ന് സാദൃശ്യപ്പെടുത്തുന്നത്? അദ്ദേഹം ഓടി വന്ന് പുറത്ത് ചുറ്റും നോക്കി, ഒന്നും കണ്ടില്ല. അവസാനം കണ്ടു, ഭൂമി തൊട്ട് ആകാശം മുട്ടി നിൽക്കുന്ന ഒരു കൂറ്റൻ പർവ്വതം. ആ പർവ്വതത്തെ ആപാത ചൂടമെന്ന് നോക്കിയിട്ട് അദ്ദേഹം എഴുതി വെച്ചു, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഒക്കെ പറഞ്ഞേ കുലുങ്ങാതെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ. സിയോൻ പർവ്വതം എന്നാ ഉണ്ടായതെന്ന് ഒരുപക്ഷെ നമുക്കറിയത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, ആ പർവ്വതം എന്നുണ്ടായോ അന്ന് മുതൽ ഇന്ന് വരെ ആ പർവ്വതത്തിന് ഒരു ചലനവുമില്ല. അതങ്ങനെ തന്നെ നിൽക്കുക. അതിന് തുല്യമായ പല പർവ്വതങ്ങളും പ്രകൃതിയുടെ വികൃതിയിൽ സ്ഥാനഭ്രംശം സംഭവിച്ചില്ലാതായി. ആ പർവ്വതം എന്നുണ്ടായോ അന്ന് മുതൽ ഇന്ന് വരെ അതിനൊരു മാറ്റവുമില്ല. ഈ ആറാമത്തെ രാത്രി എന്നെ കേൾക്കുന്ന കൃപ പ്രാപിച്ച് യാത്രയെ സമരമുഖങ്ങളിലെ പോരാട്ടങ്ങളിലെ കഷ്ടതകളിലെ വേദനകളില് നമ്മുടെ ആശ്രയ സൃഷ്ടാവായ ദൈവത്തിലാണെങ്കിൽ ആരൊക്കെ ഇടറി വീണാലും നീ ഇടറി വീഴാൻ ഇന്ന് രാത്രി എന്റെ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് എന്റെ ആശ്രയം എന്റെ ദൈവത്തിലാണെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ കരമടിച്ച് ഒന്നുകൂടെ ശക്തമായി ബലപ്പെടുക. ദൈവത്തിൽ ആശ്രയിക്കുക. വചനം നിന്നോട് പിന്നെ ഇടപെടുക. ആത്മാവ് പിന്നെ നിന്നോട് ഇടപെടുക. ആ കരം തട്ടി ആത്മാവിലേക്ക് ബലപ്പെടുക. രോഗമാണോ വചനത്തിൽ ആശ്രയിക്കുക. ഭാരമാണോ ദൈവത്തിൽ ആശ്രയിക്കുക. തലമുറയുടെ തകർന്ന ഭാവിയുടെ വിഷയമാണോ ദൈവത്തിൽ ആശ്രയിക്കുക. മകളുടെ ഭീതിയാണോ ദൈവത്തിൽ ആശ്രയിക്കുക. ചുറ്റുപരിമൂലമാണോ ദൈവത്തിൽ ആശ്രയിക്കുക. കൈവിട്ടോ ദൈവത്തിൽ ആശ്രയിക്കുക. നിന്റെ തകർച്ചകട നോക്കരുത്ത അന്ധകാരം പടയുടെ മുന്നിലാണോ നീ പാർക്കുന്നത്? ദൈവത്തിൽ ആശ്രയിക്കുക. എല്ലാം പ്രതികൂലമായോ, എല്ലാം ഇതിനെ കൈവിട്ടോ, ഒറ്റപ്പെടേണ്ടി വന്നോ, ദൈവത്തിൽ ആശ്രയിക്കുക. അവൻ തന്റെ വീട്ടിനെ ആശ്രയിക്കും, അതോ നിൽക്കയില്ല. നിൽക്കാതെ വരുമ്പോൾ അവൻ അതിനെ മുറുകെ പിടിക്കും, അതോ നിലനിൽക്കയില്ല. 2 പദങ്ങൾ ശ്രദ്ധേയമാണ്. നിൽക്കയില്ല, നിലനിൽക്കയില്ല എന്ന് പറഞ്ഞ്. അപ്പൊ ഇവിടെ നിൽക്കാത്തത് കൊണ്ട് നിലനിൽക്കാത്തത് കൊണ്ട് എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഉണ്ടായിരിക്കുന്നതേ ഉള്ളൂ.
എവിടെ നിൽക്കാത്തത് കൊണ്ട് നിലനിൽക്കാത്തത് കൊണ്ട് ഈ നിലനിൽക്കാത്തതിനെ ഒരു ദൈവവേദന മുറുകെ പിടിച്ചാൽ കുഴപ്പമില്ല. അതിനെ നഷ്ടപ്പെടാൻ പോകുന്നത് എന്നേക്കും നിലനിൽക്കുന്ന നിത്യമായ നിത്യതയാണ്. ഈ മനുഷ്യനെല്ലാം നിൽക്കാത്തതും നിലനിൽക്കാത്തതും മതി. അതാ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതോ. കർത്താവേ, ഞങ്ങൾ ഏതിനായി കാത്തിരിക്കുന്നു? ഞങ്ങളുടെ പ്രത്യാശ ആരിലാണ്? അവിടെ നിൽക്കാത്തതുണ്ട് പ്രിയരെ, നിലനിൽക്കാത്തതുണ്ട്. ഒരു ദൈവത്തിന്റെ പൈതൽ അതിനെ മുറുകെ പിടിച്ചാൽ അവന് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നേക്കും നിലനിൽക്കുന്ന നിത്യമായ നിത്യതയാണ്. മനുഷ്യനെല്ലാം നിൽക്കാത്തതും നിലനിൽക്കാത്തതും മുറുകെ പിടിക്കാൻ ഓടി നടക്കുക. പണ്ടൊരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴേ 2018 ആറ്റിക്കൂടന്തെല്ലാം സാധനം അഴിവ് വന്നെന്നറിയാം. ഞങ്ങൾക്കൊരു ആഘോഷമായിരുന്നു വെള്ളപ്പൊക്കം. പടിഞ്ഞാറുള്ളവർക്ക് പ്രാണവേദന, ഇതെല്ലാം ഒഴുകി അങ്ങോട്ടല്ലേ ചെല്ലുന്നത്. ഞങ്ങളൊക്കെ മലനാട്ടിൽ താമസിക്കുന്നത്. പമ്പ കവിഞ്ഞൊഴുകി ഞങ്ങളാ വലിയ പാലത്തിൽ നിൽക്കുക. ഒരുപാട് സാധനം ഒഴുകി വരികയാണ്. വീട് ഒഴുകി വരുന്നു, പാത്രങ്ങൾ ഒഴുകി വരുന്നു, തേങ്ങായും മാങ്ങായും ചക്കയും വിറക് ഒഴുകി വരുന്നു. ഗ്യാസ് കുറ്റിയാൽ ഇഷ്ടം പോലെ. ഞങ്ങളുടെ അവിടെ ഒരു പുള്ളിക്കാരനാണ്, ചെറിയ ഉദ്ദേശമൊക്കെയാണ്. പുള്ളി 50 ഗ്യാസ് കുറ്റി പിടിച്ചാൽ നേരം വിളിച്ചറിയാവും. എനിക്കാണ് ഒറ്റ കണക്ഷനേ ഉള്ളൂ. ഒന്നിനും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് ഇന്ത്യൻ്റെ തന്നെ വേണം. ഞാനിങ്ങനെ കാലം കൂടെ ഒക്കെ ആയിട്ട് പാലത്ത് നിൽക്കുമ്പോൾ ഒഴുകി പറഞ്ഞ ഒരു ഇന്ത്യൻ വരുന്നതാണ്. എനിക്കുണ്ടായ സന്തോഷം. ഞാൻ കഴിഞ്ഞൊക്കെ മടക്കി കുത്തി പാലത്തിന്റെ കൈവരിയിലോട്ട് നിന്ന് ഈ കാലം കൂടെ കണ്ട് ഈ ഗ്യാസ് കുറ്റി പിടിക്കാൻ തുടങ്ങിയപ്പോൾ ആരോ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഈ ഒരു ഉപദേശില്ലയോ, നാണമില്ലയോ ചോദിച്ചു. മനസാക്ഷി പറഞ്ഞതാണ്. ഞാൻ പെട്ടെന്ന് കൈയുടെ കെട്ടം കഴിച്ചിട്ട് കുറെ മാറ്റി ഞാൻ പോയി. അങ്ങനെ ഒഴുകി വരുന്നത് ഓരോന്നോരോന്ന് പിടിക്കുകയാണ്. ഒരു അന്യ സംസ്ഥാനക്കാരനുണ്ടായിരുന്നു. അവന് ഒന്നും ഒഴുകി വരുന്നത് പിടിക്കാൻ കിട്ടിയില്ല. ഒക്കെ കൊണ്ട് ഒരലമാരി ഒഴുകി വരുന്നു. ചായക്കടയിലെ അലമാരിയാണ്, കണ്ടിട്ടില്ലേ? ഇത്രയും പൊക്കമുള്ള ഈ തടിയുടെ ഫ്രെയിമിനകത്ത് ഗ്ലാസ് ഒക്കെ ഇട്ട അലമാരി, ബോണ്ടയൊക്കെ ഇടുന്ന അലമാരിയാണ്. ഏതൊക്കെയാപ്പോൾ എങ്ങാണ്ട് ചായക്കട വെള്ളം കയറിയപ്പോൾ അത് പൊളിഞ്ഞ് അലമാരി ഒഴുകി വരിക. അത് ഒഴുകി വരുന്ന കണ്ടപ്പോഴേ പുള്ളി പറഞ്ഞു, പുള്ളി ബുക്ക് ചെയ്തു, നിങ്ങളെല്ലാം ഓരോന്നും പിടിച്ചില്ല, ഞാനിത് പിടിച്ചോടാം. അലമാരി ഒഴുകി അടുത്ത് വന്നപ്പോൾ പാലത്തിന്റെ കൈവേലിൽ നിന്ന് കുഴിഞ്ഞ ഈ അലമാരി പൊക്കി ഇങ്ങോട്ട് എടുത്തപ്പോൾ അവ കണ്ടു, അലമാരിക്കകത്തിൽ 4 ബോണ്ട. അറ്റ്ലീസ്റ്റ് 4 ദിവസം 5 ദിവസം പഴക്കം കാണുന്ന 4 ബോണ്ട. അത് കണ്ടപ്പോൾ അവൻ്റെ മുഖം പ്രസന്നമായി ഒരു ചെറിയ ചിരിയോടെ. അവൻ അലമാരിയുടെ അടപ്പ് തുറന്നിട്ട് ആ ബോണ്ട എടുത്ത് പോക്കറ്റിലിട്ടിട്ട് അലമാരിയെ ഒഴുക്കി വിട്ടു. അന്യസംസ്ഥാനക്കാരന് നിലനിൽക്കുന്നത് വിലയേറിയതായിട്ട് തോന്നിയത് അഴുകിയ ബോണ്ടായ അലമാരിയല്ല. അവൻ അഴുകിയ ബോണ്ട പിടിക്കുന്ന ഒരുപാട് അന്യസംസ്ഥാനക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഇവിടെ നിൽക്കാത്തതുണ്ട്, നിലനിൽക്കാത്തതുണ്ടെന്ന്. നിൽക്കാത്തത് എന്താണെന്ന് തിരിച്ചറിയണം. നിലനിൽക്കാത്തത് എന്താണെന്ന് തിരിച്ചറിയണം. നിലനിൽക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിയാൻ ഉൾക്കണ്ണുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. അവരാ കാണുന്നതല്ലോ താൽക്കാലികം. കാണാത്തത് എന്താ? ആ കാണാത്ത നിത്യമായ ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾ ഒരു സ്തോത്രം ചെയ്യാമോ? ശബ്ദം ഇതുപോലല്ലോ. അവരിതിനെ നിൽക്കാത്തതും നിലനിൽക്കാത്തതുമുണ്ട്. ഒരു ദൈവവചനത്തെ മുറുകെ പിടിച്ചാൽ അവന് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നേക്കും നിലനിൽക്കുന്ന നിത്യമായ നിത്യതയാ. അത് പറഞ്ഞപ്പോഴാ മഹാനായ CS പാടിയ ഒരു പാട്ടിന്റെ വരി, ചാക്കൾ പോലെ എന്റെ ചങ്കിൽ തുളച്ചു കയറിയത് പാടാൻ നേരമില്ല, പാട്ടെന്ന് പറയാം. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ കൂടി എന്നെ അകത്തെരിയുന്ന നിത്യതയുടെ പ്രത്യാശയെ ഊതിക്കെടുത്താൽ എന്നെ മാടി മാടി വിളിക്കുന്ന ലോകത്തിന്റെ സുഖത്തെ നോക്കിയിട്ട് ഞാൻ അവിടെ നിൽക്കത്തില്ല.
എന്റെ കാൽവറയിൽ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട എന്റെ നാഥനിലേക്ക് തിരിഞ്ഞിട്ട് ഞാൻ അവനോട് പറയും, സുന്ദരനായ മനോഹര, അങ്ങേ തിരിഞ്ഞുള്ള ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സര, മണ്ണേ പ്രതി മാണിക്യം വെടിയുകയില്ല. ഞങ്ങളുടെ അകത്ത് കാണുന്ന നിത്യതയുടെ പ്രത്യാശ ഇല്ലാതാക്കാൻ അണിയറയിൽ പദ്ധതി ഒരുക്കുന്ന ദുഷ്ടവ്യാപാരമേ, ഞങ്ങളെ വിളിച്ച ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് സകലത്തേക്കാൾ മൂല്യമേറിയ നിത്യത എന്ന മാണിക്യമാണ്. ആ മാണിക്യത്തെ ഇല്ലാതാക്കാൻ ഒരു മണ്ണിന്റെ പോരാട്ടത്തെയും വെച്ച് പൊറിപ്പിക്കത്തില്ല എന്ന നിത്യതയുടെ പ്രത്യാശ അകത്ത് കത്തുന്ന ദൈവമക്കൾ ഈ ആറാമത്തെ രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ കരമടിച്ച് ആത്മാവിനോട് ബലപ്പെട്ട് അന്യഭാഷകളില് ഇവിടെ കിട്ടാൻ പോകുന്ന സമ്പത്ത് കണ്ടല്ല, ഇവിടെ കിട്ടാൻ പോകുന്ന നന്മ കണ്ടല്ല, ഇവിടെ കിട്ടാൻ പോകുന്ന ഭൗതിക അനുഗ്രഹങ്ങൾ കണ്ടല്ല, കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ആ നിത്യവലയം ആത്മകണ്ണുകൾ കൊണ്ട് കണ്ട് ദൈവത്തെ ആരാധിക്കുന്ന അല്പ ദൈവത്തിന്റെ യാത്ര ഇവിടെയുണ്ട്. നിത്യതയുടെ പ്രത്യാശം പെരുകട്ടെ, നിത്യതയുടെ സന്തോഷം പെരുകട്ടെ, നിത്യതയുടെ ജീവൻ വർദ്ധിക്കട്ടെ, നിത്യതയുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. ഫലങ്ങളും അടിച്ചാത്മാവിൽ അൽപ്പിക്കുന്ന പറയും. മറക്കല്ലേ, പാപാന്ധകാരത്തിൽ കിടന്ന നമ്മെ, നാശാന്ധകാരത്തിൽ കിടന്ന നമ്മെ, ഈ ലോകാന്ധകാരത്തിൽ കിടന്ന നമ്മെ കരുണാസമ്പന്നനായ ദൈവം ഓമന പേർ ചൊല്ലി വിളിച്ച് തിരഞ്ഞെടുത്ത് ഈ മഹാസന്തോഷകരമായ അനുഭവത്തിലാക്കിയത് ഇവിടുത്തെ ആറടി മണ്ണിൽ നീറി ഒടുങ്ങുന്ന ഒരു പിടി പുഴുക്കുത്തു പിടിച്ച ഭൗതിക സമ്പത്തിന്റെ പിന്തുണക്കാരായി നിൽക്കാനല്ല, നമ്മെ വിളിച്ച് വേർതിരിച്ച് തിരഞ്ഞെടുത്തത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. ആ നിത്യതയുടെ പ്രത്യാശ അകത്തിരിക്കുന്നവർ ഒന്ന് ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്കിവിടെ മുറുകെ പിടിപ്പാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ആർക്കുന്ന വീട്, സമ്പത്ത്, പദവികൾ, സ്ഥാനമാനങ്ങൾ, ഇതൊന്നും മുറുകെ പിടിക്കരുത്. എന്തുകൊണ്ട് നാം പാർക്കുന്ന വീടിനെയും ഭൗതിക സമ്പത്തിനെയും മുറുകെ പിടിക്കരുത്? 3 കാരണമുണ്ട് കേട്ടോ. നമ്മളങ്ങ് രക്ഷപ്പെട്ടു പോകുമോ എന്ന പരവേശം കൊണ്ടും അസൂയ കൊണ്ടൊന്നും ദൈവം പറഞ്ഞതല്ല. ഇതിനെ ഒന്നും മുറുകെ പിടിക്കരുതെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് ശക്തമായി പ്രബോധിപ്പിക്കുന്നതിന്റെ പിന്നിൽ 3 കാരണമുണ്ട്. എന്നറിയട്ടെ, 1, ഇത് നിലനിൽക്കുകയില്ല. 2, ഇത് അഴിഞ്ഞു പോകും. 3-മത്തെ നമ്മെ സന്തോഷത്തിലാക്കുന്നതാണ്, ഇതിനേക്കാൾ ഉന്നതമായതൊന്ന് ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത്ര സന്തോഷമുണ്ടോ ഇത് കേട്ടിട്ട്? ഈ അഴിഞ്ഞു പോകുന്നതിനേക്കാൾ, നിലനിൽക്കാത്തതിനേക്കാൾ അഴിഞ്ഞു പോകാത്ത നിലനിൽക്കുന്ന നിത്യമായതൊന്ന് ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ആത്മകണ്ണുകൾ കൊണ്ട് ദൂരമേ അത് കാണുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. യഥാ ഭക്തൻ പാടിയത്, രാജ്യം ഒരുക്കിതാൻ വേഗം വരുമല്ലോ, പ്രിയന്തൻ മണിനാഥം അങ്ങ് ദൂരെ കേൾക്കും. നമുക്കൊന്ന് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ അവിടേക്ക് പറന്നു പോകാൻ പോകുക. പാർക്കുന്ന വീടിനെയും സമ്പത്തിനെയും മുറുകെ പിടിക്കരുത്. കാരണം ഒന്നിത് അഴിഞ്ഞു പോകും. എന്ത് ചെയ്യും? ഇത് നിലനിൽക്കത്തില്ല. അവർക്കെന്ന് പറഞ്ഞേ, നിലനിൽക്കുമോ? മനുഷ്യൻ നേടിയത് എന്തെങ്കിലും നിലനിന്ന ചരിത്രമുണ്ടോ? പടുത്തുയർത്തിൽ എന്തെങ്കിലും നിലനിന്ന ചരിത്രമുണ്ടോ? നിലനിൽക്കത്തില്ല. അതാണ് ബൈബിൾ പറയുന്നത്, നമുക്കിവിടെ നിലനിൽക്കും നഗരം, നമുക്കിവിടെ നിലനിൽക്കും വീടില്ല കേട്ടോ. അങ്ങനെ ഒരു പാട്ടില്ലേ, നമുക്ക് വീട് നിലനിൽക്കും നഗരമില്ലല്ലോ. കൈനടിച്ചേ, നമുക്ക് വീട് നിലനിൽക്കും വീടില്ല. അറിയാൻ കുറച്ചാൽ പാടില്ലേ, നമുക്ക് വീട് നിലനിൽക്കും നഗരമില്ലല്ലോ.
നമുക്കിവിടെ നിലനിൽക്കും നമ്മുടെ വീട്, ആ നിത്യമാം വീട്, വാനാലോകത്തില്. നമ്മുടെ വീട്, ആ നിത്യമാം വീട്, വാനാലോകത്തില്. വിശ്വാസനാളെ നോക്കി വേഗമോടിക, വേഗമോടിക, വേഗമോടിക. വിശ്വാസനാളെ നോക്കി വേഗമോടിക. എത്ര ജീവൻ തുടിക്കുന്ന വരികളാണ് ആ പാട്ടിന്റെ വരികൾ. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല, നമുക്കിവിടെ നിലനിൽക്കുന്ന വീടില്ല. നമ്മുടെ വീട്, നമ്മുടെ നാട് വാനാലോകത്തിനപ്പുറത്ത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ഒരു ദൈവത്തിന്റെ അകത്തോ തിരിച്ചിറങ്ങുമ്പോൾ ആദ്യം അവനിൽ ഉണ്ടാകുന്നത് ഒരു വെളിപ്പാടാണ്. ആ വെളിപ്പാട് ആഴമായ ഒരു തിരിച്ചറിവ്. ആ തിരിച്ചറിവ് ഏതാണെന്നറിയാമോ? ഞാൻ ഇവിടുത്തുകാരനല്ല എന്ന തിരിച്ചറിവ്, എന്റെ പൗരത്വം ഇവിടെയല്ല എന്ന തിരിച്ചറിവ്, എന്റെ വീട് ഇവിടെയല്ല എന്ന തിരിച്ചറിവ്, എന്റെ നാട് ഇവിടെയല്ല എന്ന തിരിച്ചറിവ്. പകർന്ന അഭിഷേകത്തിലൂടെ നിത്യതയുള്ള തിരിച്ചറിവ് അകത്ത് കാത്തുന്ന ദൈവമക്കൾ എന്റെ യാത്രയിൽ അകത്തുണ്ടെങ്കിൽ മൗനമായിരിക്കാതെ പ്രത്യാശയോടെ കരമടിച്ച് നമ്മുടെ വീടുകളിലെ സന്തോഷത്തോടെ നമ്മുടെ നാടുകളില്ല, നമ്മുടെ പൗരത്വം ഇവിടെയല്ല, നമ്മുടെ ഉടമസ്ഥ ഇവിടെയല്ല, സ്വന്തം വീട്ടിലേക്ക് നമ്മൾ പോകുന്ന ഒരു ദിവസമുണ്ട്. പ്രസിദ്ധനായ ബിലി ഗ്രഹാം അതാണ് പറഞ്ഞത്, ഞാനേ ഇവിടുത്തുകാരനല്ല, എന്റെ വീട് ഇവിടെ അല്ല, പിന്നെ ഞാനിവിടെ ഇതുവഴി പോകുന്നേ ഉള്ളൂ. ആ യാത്രയുടെ അവസാനം ഞാൻ എന്റെ നിത്യമായ വീട്ടിൽ ചെന്ന് ചേരും. ആമേൻ. ഇത് മുറുകെ പിടിക്കരുത് എന്ന് പറഞ്ഞാൽ ഇത് നിലനിൽക്കത്തില്ല. നിലനിൽക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായിട്ടുള്ള പരിഭാഷ ഒരിക്കൽ നമ്മളിതെല്ലാം വിട്ടിട്ട് പോകണം, അല്ലേ? ഒരിക്കൽ നമ്മളിതെല്ലാം വിട്ടിട്ട് പോകണം. അതാ കവി പണ്ട് പാടിയത്, കൊട്ടാരമായാലും കോട്ടയ്ക്കകത്തും വരുമോ, എത്ര നേരം എടുത്തുയർത്തിയാലും അതിനകത്തും ആര് വരും? മൃത്യുവിന് വരാൻ റിമോട്ട് കൺട്രോൾ സിസ്റ്റമുള്ള ഗേറ്റോ കോട്ടയോ CCTV-യോ നമ്മൾ പങ്കെടുക്കുന്ന ജർമ്മൻ ഷെപ്പേഡോ നമ്മൾ ഏർപ്പെടുത്തുന്ന കാവലോ ഒന്നും മൃത്യുവിന് വരാൻ തടസ്സമല്ല. എവിടെ ഇരുന്നാലും നേരകമാകുമ്പോൾ ഇടിച്ചവൻ ഇറങ്ങി കയ്യെ പിടിച്ച് ഒറ്റ വാക്കേ കൊടുത്തുള്ളൂ, സമയമായി നമുക്ക് പോയേക്കാം. നിലനിൽക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായിട്ടുള്ള പരിഭാഷ ഒരിക്കൽ നമ്മളിതെല്ലാം വിട്ടിട്ട് പോകണം. ഞാനേ ഒരു ക്യാമ്പിൽ ഇതുപോലെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കൽ നമ്മളിതെല്ലാം വിട്ടിട്ട് തുമ്മുന്നൊരു ശബ്ദം കേട്ടു. ഞാൻ നോക്കിയപ്പോൾ ഇടയ്ക്കൊരു പുള്ളി തടി വെട്ടിയിട്ട് വരെ കിടക്കാം. അപ്പൊ സംഘാടകൻ എന്നോട് പറഞ്ഞു, സാറേ അതേ ആത്മവിവശതയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ടച്ചെന്നൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ അങ്ങനെ പുള്ളി വീഴുന്നു. ആ കടപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ പുള്ളിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായിട്ട്. അപ്പൊ 2-3 പേരടുത്ത് നിന്നിട്ട് പുള്ളിയുടെ ഈ ഷുഗർ കുറഞ്ഞെന്ന് പറഞ്ഞു പഞ്ചസാര കലക്കി കൊടുത്തു, BP കുറഞ്ഞെന്ന് പറഞ്ഞു ഉപ്പ് കലക്കി, പിന്നെ ഒരാൾ 2 ഒരുമിച്ച് കലക്കി കൊടുത്തു. എന്നിട്ടും പുള്ളി കണ്ടു നടക്കുന്നു. ലാസ്റ്റ് നല്ല തണുത്ത സോഡ പൊട്ടിച്ച് അദ്ദേഹത്തിന്റെ മുഖത്ത് ശക്തമായിട്ട് ഒഴിച്ചപ്പോൾ പുള്ളി ചാടി എഴുന്നേറ്റ് ഇങ്ങനെ ശ്വാസം വിട്ടു. അപ്പം ഈ എഴുന്നേറ്റ് ശ്വാസം വിട്ടപ്പോഴേ അടുത്തിരുന്ന് പുള്ളി ചോദിച്ചു, എന്നാ പറ്റിയേ? ഉടനെ പുള്ളി പറയാ, ഇതെല്ലാം കൂടെ വിട്ടിട്ട് പോകണമെന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു വെപ്രാളം വിളിക്ക് വന്നിട്ടാണ്. യാഥാർത്ഥ്യമായി ഇതെല്ലാം നമ്മൾ വിട്ടിട്ട് ആർക്കുന്ന വീടിനെയും ഭൗതിക സമ്പത്തിനെയും മുറുകെ പിടിക്കരുത്. 2 ഇതാഴിഞ്ഞു എല്ലാം എന്ത് ചെയ്യും? കഴിഞ്ഞ സീസണിൽ ഞാൻ വയനാട്ടിനടുത്ത് വയനാട്ടിൽ ഒരു 2 ദിവസം യോഗത്തിൽ കൺവെൻഷൻ യോഗത്തിൽ പ്രസംഗിക്കാൻ പോയി. ഫസ്റ്റ് രാത്രിയിലെ പ്രസംഗം കഴിഞ്ഞ പകല് മീറ്റിംഗ് വന്നു, ഇതിന്റെ പകല് ഫ്രീയാണ്. ആ യോഗത്തിന്റെ സംഘാടകർ എന്നോട് പറഞ്ഞു, ഇവിടെ അടുത്താണ് ചൂരൽമല, വേണം നമുക്ക് പകലിൽ ചൂരൽമല പോയി കാണാം.
ഏതാ ചൂരൽമല? നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം നടന്ന സ്ഥലം, ഉരുൾപൊട്ടൽ നടന്ന സ്ഥലം. റിപ്പോർട്ടർ ചാനലിലും മനോരമ TV ചാനലിലും ഒക്കെ കണ്ടതേ ഉള്ളൂ. ആ ദുരന്ത ഭൂമിയിൽ കാലുവെച്ചപ്പോഴാണ് അതിന്റെ ഭീകരത മനസ്സിൽ. 7 വാർഡുകളാണ് അപ്രത്യക്ഷമായത്. ഉരുൾപൊട്ടൽ അർദ്ധരാത്രിയിൽ 1 മണിക്കുണ്ടായ ഉരുൾപൊട്ടലിൽ 7 വാർഡുകൾ അപ്രത്യക്ഷം. ഈ ഹാളിന്റെ പകുതിയോളം വലിപ്പമുള്ള കൂറ്റൻ പാറക്കല്ലുകൾ, പാറക്കെട്ടുകൾ ഉരുണ്ടുവന്ന് ചതറിക്കിടക്കുകയാണ് ദേശമാകമാനം. അവിടുത്തെ പ്രാദേശികവാസി പറഞ്ഞത് 700 ആളുകൾ ഇന്നും ഈ മണ്ണിനടിയിലുണ്ട്. നാട്ടിലെ ആര്യാസിൽ കയറി ചപ്പാത്തി കഴിച്ചിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് കൈ തുടച്ചിട്ട് ചുരുട്ടി റോഡിലോട്ട് അറിയത്തില്ലേ? അതുപോലെ അനവധി വാഹനങ്ങൾ ആ കല്ലിനടിയിൽപ്പെട്ട് ചുരുണ്ട് കിടക്കുക. പേപ്പർ പോലെ കുഞ്ഞുടുപ്പുകൾ ഏതോ കുഞ്ഞുങ്ങളുടെയാണ്. ചില വീടുകളുടെ അടിത്തറയില്ല, ചില വീടിന്റെ അടിത്തറയുണ്ട്. വമ്പൻ വീടുകളൊക്കെ പകുതി മുക്കാലും പൊടിഞ്ഞു, പകുതി പൊടിഞ്ഞു, കാൽഭാഗം പൊടിഞ്ഞു. ചില വീടുകൾക്ക് ഒരു കേടുമില്ല. ആ ദുരന്ത ഭൂമിയുടെ പെരുമാറിലൂടെ കാലി വെച്ച് മുമ്പോട്ട് നടന്നപ്പോൾ എൻ്റെ ഹൃദയം തേങ്ങി 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 കരഞ്ഞു. ഒരു കാലത്തും ആർക്കും അവിടെ താമസിക്കാൻ പറ്റത്തില്ല. സർക്കാർ റെഡ് സോണായിട്ട് ആ ഏരിയ പ്രഖ്യാപിച്ചു. ഭൂമിയും അതിന്റെ പണി വന്തെയും അഴിഞ്ഞു പോകും. മുറുകെ പിടിക്കരുത്, ഒന്നും നിലനിൽക്കത്തില്ല. 2 അഴിഞ്ഞു പോകും, 3ാമത്തെ നമ്മെ പ്രത്യാശയിലാക്കും. ഇതിനേക്കാൾ ഉന്നതമായതെന്ന് ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അക്കാര്യം ഒന്ന് ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. നിലനിൽക്കാത്തതിനേക്കാൾ, അഴിഞ്ഞു പോകുന്നതിനേക്കാൾ ഉന്നതമായതൊന്നും ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശുദ്ധ സ്ത്രീകളുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ, കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു മനോഹര ഭവനം എവിടെയാണ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്? സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അഴിഞ്ഞു പോകുന്ന, പൊളിഞ്ഞു പോകുന്ന, നശിച്ചു പോകുന്ന താൽക്കാലിക ശാരീരിക ഭൗതിക കൂടാരങ്ങൾ ഇരുന്നുകൊണ്ട് കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഉയരത്തിലെ വീട് ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം പറഞ്ഞ് ബലപ്പെട്ടെ. ഹല്ലേലൂയ. പ്രിയരേ, ഈ നിത്യതയുടെ ദർശനം ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. ഭയങ്കര എനർജിയാണ് നിത്യതയുടെ ദർശനം നമുക്ക് തരുന്നത്. ലോകപ്രസിദ്ധനായ ഒരു ചിന്തകൻ എഴുതി വെച്ചത്, നിത്യതയുടെ ദർശനം അകത്തുണ്ടെങ്കിൽ 80% രോഗങ്ങളും അകന്നു പോകും. നിത്യതയുടെ ദർശനം അകത്തുണ്ടെങ്കിൽ 80% മെഡിസിനും ഉപേക്ഷിക്കാം. അതാണ് നിത്യതയുടെ ദർശനം. ഭയങ്കര പവർഫുൾ ആണ്. അതാണ് യെശയ്യാവ് പറയുന്നത്. ബാല്യക്കാരും യൗവനക്കാരും ഇടറിവീഴും, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. നമ്മുടെ അകതാരി ഒരുവൻ ഇന്ന് രാത്രി സ്വർഗീയ നിത്യത എന്ന ദർശനം കൊണ്ട് നിറയട്ടെ. ഒരുപാട് മുറികളുള്ള, ഒരുപാട് അറകളുള്ള അലമാരിയാണ് നമ്മുടെ ഹൃദയം. അവൻ ചെറുപ്രായം തൊട്ടുള്ള സങ്കടങ്ങൾ, സന്തോഷങ്ങളൊക്കെ ഹൃദയത്തിന്റെ എല്ലാ അറക്കകത്ത് നിറഞ്ഞിരിപ്പില്ലേ. ഹൃദയത്തിന്റെ സകല അറക്കകത്ത് അണിഞ്ഞു കിടക്കുന്ന സകല വേദനകളും നിരാശകളും ഭാരങ്ങളും ചിന്തകളും വലിച്ചു പുറത്തോട്ടിറക്കിയിട്ട് നമ്മുടെ ഹൃദയം മുഴുവൻ നിത്യതയുടെ ദർശനം കൊണ്ട് നിറയട്ടെ. നിത്യതയുടെ പ്രത്യാശ നിന്റെ അകത്തുണ്ടെങ്കിൽ നീ ക്ഷീണിച്ചു പോകത്തില്ല, നീ തളർന്നു പോകത്തില്ല. ബാല്യക്കാർ, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആ കരം തട്ടി ആത്മാവിനെ ബലപ്പെട്ടേ. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും ശക്തിയോടെ. നിന്റെ ക്ഷീണം മാറ്റിയോ, നിന്റെ തളർച്ച മാറ്റി, നിന്റെ പകർച്ച മാറ്റി. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ, ഒരു കണികളെ പോലെ ചിലകളിൽ ഉയരത്തിലേക്ക് കയറോ. നിന്നെ ബലപ്പെടുത്തുന്നതാണ് നിത്യതയുടെ ദർശനം. നമുക്ക് മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 2 കാര്യം ഞാൻ പറഞ്ഞു. ഇനി മുറുകെ പിടിക്കാൻ ഒറ്റ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഭക്തിയെ മുറുകെ പിടിക്കണം. മുറുകെ എന്ന് പറഞ്ഞേ അതിന്റെ വേദാന്തരം ഒന്ന് വായിക്കണം. യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 3-ാം വചനമാണ്. പക്ഷെ ഒന്നുകൊണ്ട് വേഗം വായിച്ചു.
യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 തൊട്ടുള്ള വചനം കേട്ടോ. ആ വാക്യം കണ്ടോ? ഇവിടെ ഉണ്ടല്ലേ? ഞാൻ അങ്ങോട്ട് നോക്കിക്കോളാം, നിങ്ങൾ ഇങ്ങോട്ട് നോക്കി. വായിച്ചോ. പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട് എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് വിഷയം. അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ലോകത്തിൽ ദൈവത്തിന്റെ മക്കളായി നമുക്ക് മുറുകെ പിടിക്കാൻ വ്യവസ്ഥയുള്ള 7 കാര്യത്തിൽ ഒന്ന് ദൈവഭക്തിയെ മുറുകെ പിടിക്കണം. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്താണ് ഭക്തി എന്ന് ഞാൻ ചുരുക്കമായിട്ട് പറയാം കേട്ടോ. ദൈവഭക്തിയെ മുറുകെ പിടിക്കണം. ഭക്തിക്ക് പ്രവൃത്തിയുണ്ട്, ഭക്തിക്ക് ഘടകമുണ്ട്, ഭക്തിക്ക് ദൃഢനിശ്ചയമുണ്ട്. അത് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വായിച്ച വാക്യമുണ്ടോ? പിന്നെയും ഒരു ദിവസം യഹോവ. ഈ യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞ ഏറ്റവും വലിയ സാക്ഷ്യമാണത്. അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചു. നമ്മളെ നോക്കി കർത്താവ് പറയണം, എന്റെ കുഞ്ഞെന്റെ എങ്കിലുള്ള ഭക്തിയെ മുറുകെ പിടിക്കുന്നു. നമ്മളെ നോക്കി ദൈവം പറയണമെന്ന്. എന്നെ നോക്കി എന്റെ ദൈവം പറയണം, എന്റെ മകൻ എങ്കിലുള്ള ഭക്തിയെ മുറുകെ പിടിക്കുന്നു. യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞ ഏറ്റവും വലിയൊരു സാക്ഷിയാണ് അവൻ ഭക്തിയെ മുറുകെ പിടിച്ചു. അതിലേക്ക് വരാം. നമ്മൾ വായിച്ചല്ലോ, പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാരെല്ലാം കൂടെ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നപ്പോഴേ ദൈവപുത്രന്മാർക്കിടയിൽ ഒരുത്തൻ ഞെളിഞ്ഞു നിൽക്കുക. നിൽക്കുന്നവൻ ആരാണ്? സാത്താൻ. എൻ്റെ ദൈവമേ, അവസരം കിട്ടിയാൽ, പഴുത് കിട്ടിയാൽ എവിടെയും നുഴഞ്ഞു കയറുന്ന ഗതികെട്ടവനാണ് സാത്താൻ. മനസ്സിലായോ? നമുക്കുള്ളതിലോ കയറാതിരിക്കാൻ ഒറ്റ വഴിയുള്ളൊരു കോട്ട കെട്ടിക്കോണം. ആ കോട്ട ഏതാണെന്നറിയാമോ? യേശുവിന്റെ രക്തത്തിന്റെ കോട്ട. നിന്റെ തലമുറയെ അവൻ തൊടാതിരിക്കാൻ, നിന്റെ വാഗ്ദത്തത്തെ അവൻ തൊടാതിരിക്കാൻ, നിന്റെ അവകാശങ്ങളെ അവൻ തൊടാതിരിക്കാൻ, നിന്റെ നന്മകളെ അവൻ തൊടാതിരിക്കാൻ ഒരു കോട്ടയം കെട്ടിക്കോണം. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തം എന്ന കോട്ട കെട്ടിക്കോണം. ആമേൻ. ദൈവപുത്രന്മാർക്കൊപ്പം യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്ന ദുഷ്ടപിശാചിനോട് നമ്പർ 2 ചോദ്യമാണ് ചോദിച്ചത്. 2ാമത്തെ ചോദ്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് വേണ്ടി ദൈവം ചോദിച്ചതാണെന്ന് പറഞ്ഞാൽ 2ാമത്തെ ചോദ്യം ഞാൻ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചേക്കുക. നിങ്ങളും ആ ചോദ്യം നിങ്ങൾക്ക് വേണ്ടി ദൈവം ചോദിച്ചതെന്ന് പറഞ്ഞാൽ ചോദ്യം നെഞ്ചോട് ചേർത്ത് വെച്ചോണം. ചോദ്യം 1, നീ എവിടെ നിന്ന് വരുന്നു? കൊള്ളാം. അവന്റെ ഉൽപ്പത്തി അറിയാവുന്ന തമ്പുരാൻ അവനോട് ചോദിക്കാതെ നീ എവിടെ നിന്ന് വരുന്നു പറഞ്ഞ അവന്റെ മറുപടി, ഞാൻ ഭൂമിയൊക്കെയും എല്ലാ ഇടങ്ങളിലും അടിച്ചു പിന്നി ദൈവപുത്രന്മാർക്കൊപ്പം നിൽക്കുന്ന ദുഷ്ടപിശാചിനോട് തമ്പുരാൻ ചോദിച്ച 2ാമത്തെ ചോദ്യം ചെറിയൊരു ചോദ്യമല്ല, അത് ഗൗരവമായ ചോദ്യമാകട്ടോ. എന്റെ ദാസനാകുന്ന ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? നിനക്ക് വേണ്ടി ദൈവം ചോദിച്ച ചോദ്യമാണ്. വിശ്വസിക്കേ. എന്റെ ദാസനാകുന്ന ഇയ്യോബിന്റെ മേല്, എടാ എന്റെ കൊച്ചിന്റെ മേൽ നോട്ടം ഇട്ടോന്ന്, എന്റെ ചെറുക്കന്റെ മേൽ നോട്ടം ഇട്ടോന്ന്, എന്റെ മകന്റെ മേൽ നോട്ടം ഇട്ടോന്ന്. അപ്പൊ ഇയ്യോബിന്റെ മേൽ പിശാച് നോട്ടം ഇട്ടത് ഇയ്യോബ് കണ്ടില്ല, അയാൾ ഭാര്യ കണ്ടില്ല, മക്കള് കണ്ടില്ല, കൂടപ്പുറപ്പ് കണ്ടില്ല, കൂട്ടുകാര് കണ്ടില്ല. എന്നാൽ ഇയ്യോബിന്റെ മേൽ പിശാച് നോട്ടം ഇട്ടത് ഇയ്യോബിന്റെ സൃഷ്ടാവായ ദൈവം കണ്ടു. എന്തിനാണ് ഇയ്യോബിന്റെ മേൽ പിശാച് നോട്ടമിട്ടത്? നന്നാക്കാനല്ല, അവനെ മുടിക്കാൻ. എങ്ങനെ? കൊച്ചൂട് മുടിക്കാൻ. എന്തൊക്കെ മുടിക്കണം? 1, വീട് മുടിക്കണം. 2, അവന്റെ നന്മകൾ മുടിക്കണം. 3, അവന്റെ തലമുറകളെ മുടിക്കണം. 4, അവന്റെ ശരീരത്തെ മുടിക്കണം. 5, അവന്റെ കുടുംബത്തെ മുടിക്കണം. 6, അവന്റെ ബന്ധങ്ങളെ മുടിക്കണം. 7, അവങ്ങളുടെ ഭക്തിയെ മുടിക്കണം. ഇയ്യോബ് എന്ന ഭക്തനായ മനുഷ്യനെ കൊച്ചൂട് മുടിച്ച് തരിപ്പണമാക്കാൻ ആരും അറിയാതെ അവന്റെ മേൽ നോട്ടമിട്ട പിശാചിന്റെ കണ്ണുകളെ കണ്ട അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവത്തെ ഇന്ന് രാത്രി ഞാനും നിങ്ങളും ആരാധിക്കണമെന്ന് ഉറപ്പുള്ള ദൈവമക്കളിനകത്തുണ്ടെങ്കിൽ ആ കരമടിച്ചാത്മാവെന്ന് ബലപ്പെട്ടേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി നിന്നെ തകർക്കാൻ ചില പോലെകൾ ഇന്ന് രാത്രി അഴിഞ്ഞു വരട്ടെ. വെല്ലുവിളികൾ ഇന്ന് രാത്രി അഴിഞ്ഞുമോ? വെല്ലുവിളികൾ ഇന്ന് രാത്രി അഴിഞ്ഞുമോ?
രോഗങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞുമോ? കുരുക്കളും ഇന്ന് രാത്രി അഴിഞ്ഞുമോ? പിശാചിന്റെ നോട്ടം നിമിത്തം ഉണ്ടായ ചില ബന്ധനങ്ങൾ, അവന്റെ നോട്ടം നിമിത്തം ഉണ്ടായ ചില കുരുക്കുകൾ, അവന്റെ നോട്ടം നിമിത്തം ഉണ്ടായ ചില മരണഭയങ്ങൾ, അവന്റെ നോട്ടം നിമിത്തം ഉണ്ടായ ചില ഭീതികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. അഴിയട്ടെ, 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 അഴിയട്ടെ. സമ്പത്ത് നശിപ്പിക്കാൻ, വീട് നശിപ്പിക്കാൻ, തലമുറയെ നശിപ്പിക്കാൻ, ബന്ധങ്ങളെ നശിപ്പിക്കാൻ, കുടുംബ ജീവിതത്തെ നശിപ്പിക്കാൻ, ശരീരത്തെ നശിപ്പിക്കാൻ, അവരുടെ ശക്തിയെ നശിപ്പിക്കാൻ, ആരും അറിയാതെ അവരുടെ നോട്ടമിട്ട അന്ധകാര ശക്തിയുടെ കണ്ണുകളെ കണ്ട അഗ്നിജ്വാലപ്പെട്ട കണ്ണുള്ള ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാനും നിങ്ങൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ മകനെ മകളെ ആരും അറിയാതെ നിന്നെ തകർത്ത് കളയാം, നിന്റെ ശരീരത്തെ തകർത്ത് കളയാം, നിന്റെ ആരോഗ്യത്തെ തകർത്ത് കളയാം, നിന്റെ ആയുസിനെ തകർത്ത് കളയാം, നിന്റെ തലമുറയെ തകർത്ത് കളയാം, നിന്റെ ഭവനത്തെ തകർത്ത് കളയാം, നിന്റെ വാഗ്ദത്തത്തെ തകർത്ത് കളയാം. നിന്റെ മേൽ നോട്ടമിടുന്ന പിശാചിന്റെ കണ്ണുകളെ ഇന്ന് രാത്രി ദൈവം കാണുന്നുണ്ട്. അന്ധകാര മണ്ഡലത്തിന്റെ നോട്ടങ്ങൾ ഇന്ന് രാത്രി നിന്നെ വിട്ട് മാറുകയാണ്. സ്വപ്നം ചെയ്താട്ടെ. പിശാചിന്റെ നോട്ടങ്ങൾ നിന്റെ തലമുറയെ വിട്ട് മാറുകയാണ്. പിശാചിന്റെ നോട്ടങ്ങൾ നിന്റെ ആരോഗ്യത്തെ വിട്ട് മാറുകയാണ്. പിശാചിന്റെ നോട്ടങ്ങൾ നിന്റെ ശരീരത്തെ വിട്ട് മാറുകയാണ്. പിശാചിന്റെ നോട്ടങ്ങൾ നിന്റെ കുടുംബത്തെ വിട്ട് മാറുകയാണ്. നിന്റെ തലമുറ പാറവരെ അകത്ത് തമ്മിച്ച് തുന്നിക്കെട്ടി സഞ്ചരിക്കുന്ന ഒരു ഹോസ്പിറ്റലാക്കാൻ, നിന്റെ ശരീരത്തിൽ ആവാദത്തോടെ രോഗം വിതയ്ക്കുവാൻ വർഷങ്ങളായി മാസങ്ങളായി നോട്ടമിട്ട അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അടിയാൻ. നിന്റെ ഹാത്തിനകത്ത് നോട്ടുണ്ടാക്കി അകാലത്തിന്റെ തകർത്ത് കളയാ. നിന്റെ മേൽ നോട്ടമിട്ട രോഗത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയുക. പ്രത്യേക കാലാവസ്ഥയിൽ ഗുളിക കഴിച്ചാൽ മാറാതെ, ഇഞ്ചക്ഷൻ എടുത്താൽ മാറാതെ, മാരകമായ തലവേദനയിട്ട് നിന്റെ സ്വസ്ഥതയെ കൊടുത്തുന്ന ആ നോട്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. കടം കയറ്റി, ലോൺ കയറ്റി, ചപ്പി വലിത്തി വിരലുകൾക്കിടയിലൂടെ വെള്ളം ചോർന്നു പോകുന്നത് പോലെ, പൊട്ടിയ പാത്രത്തിൽ നിന്ന് വെള്ളം ഒഴുകുന്ന പോലെ അനുഭൂമിയിൽ നീ അധ്വാനിച്ചിരിക്കുന്ന നന്മയെ ചോർത്തി സജ്ജമാക്കുക. നിന്റെ നന്മയ്ക്കെതിരെ ശത്രു നോക്കിയ നോട്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ കഴിയട്ടെ, കഴിയട്ടെ, കഴിയട്ടെ. മരത്തിൽ ചുറ്റിക്കിടക്കുന്ന ഒരു പാമ്പ് തന്റെ ചുറ്റി അടിച്ചെടുത്തത് പോലെ യേശുവിന്റെ നാമത്തിൽ ആ നോട്ടങ്ങൾക്ക് രാത്രി അഴിയട്ടെ. തലമുറക്കെതിരെയുള്ള നോട്ടങ്ങൾ അഴിയട്ടെ. അവരുടെ വിദ്യാഭ്യാസത്തിനെതിരെയുള്ള നോട്ടങ്ങൾ അഴിയട്ടെ. അവരുടെ ഭാവിക്കെതിരെയുള്ള നോട്ടങ്ങൾ അഴിയട്ടെ. അവരുടെ ആത്മീയ ജീവിതത്തിനെതിരെയുള്ള നോട്ടങ്ങൾ അഴിയട്ടെ. സഭയ്ക്കെതിരെയുള്ള നോട്ടങ്ങൾ അഴിയട്ടെ. രാത്രി ചില നോട്ടം അഴിയുകയാണ്. ചേർന്നൊരു സ്വപ്നം ചെയ്താട്ടെ. അവന്റെ നോട്ടം നിന്നെ വിട്ട് അഴിയുകയാണ്. അവൻ നിന്നെ നോക്കുന്നത് കാണുന്ന ഒരു കണ്ണ് നിനക്കുണ്ട്. ആ കണ്ണ് നിന്റെ സൃഷ്ടാവിന്റെ കണ്ണാണ്. ആ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണാണ്. ആ കണ്ണിനൊന്നും മറവല്ല. നീ പോകുന്നത് അവൻ കാണുന്നുണ്ട്, നീ ഇരിക്കുന്നത് അവൻ കാണുന്നുണ്ട്, നീ വരുന്നത് അവൻ കാണുന്നുണ്ട്, നീ കരയുന്നത് അവൻ കാണുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുന്നത് അവൻ കാണുന്നുണ്ട്, നീ വിലപിക്കുന്നത് അവൻ കാണുന്നുണ്ട്. തങ്ങൾ ഏകാഗ്രത ചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് തന്റെ ഭക്തന്മാരുടെ മേൽ പാട്ടുകാരൻ പാടിയ ദൃഷ്ടി എന്റെ മേൽ വെച്ച് ഇഷ്ടമായി നോക്കിടുന്ന ദൈവത്തിനെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിശാച് തകർത്ത് തരിപ്പണമാക്കാൻ നോട്ടമിട്ട, ഇയ്യോബിനെ തകർത്തുടയ്ക്കാൻ നോട്ടമിട്ട അന്ധകാര ശക്തിയോട് ദൈവം ചോദിക്കുക, എന്റെ കുഞ്ഞിന് മേൽ നോട്ടമിട്ടോടാ.
നീ തകർത്തുടയ്ക്കാൻ നോട്ടമിട്ട് എൻ്റെ മകനാരെന്നറിയാമോ? അവനെ പോലെ ഭക്തൻ, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ ഭൂമിയിൽ ആരുമില്ല. അവസാനം പറഞ്ഞ സാക്ഷ്യമാ ഗംഭീരം. അവൻ തന്റെ ഭക്തി പിടിച്ചു വയ്ക്കുന്നു. ഓ, തമ്പുരാൻ ഇയ്യോബിനെ നോക്കിയപ്പോഴല്ല അവൻ ഒന്നിൽ മുറുകെ പിടിച്ചിരിക്കുക. പാസ്റ്ററെ, ദൈവത്തിലുള്ള ഭക്തി ഉലക ചരിത്രത്തിൽ ഇത്രയേറെ ശോധന അനുഭവിച്ച ഒരു മനുഷ്യൻ വേറെ ഇല്ല കേട്ടോ. ഇയ്യോബിന് സമമായി കഷ്ടത അനുഭവിച്ച ഒരു മനുഷ്യൻ വേറെ ഇല്ലെന്നാണ് വേദപുസ്തകത്തിന്റെ ചരിത്രം. 10 മക്കളും പോയി. എങ്ങനെ സഹിക്കുവാൻ? ഒറ്റയടിക്കെല്ലാം പോയി. ഘോര ദുരന്തത്തിൽ ആശ്വസിപ്പിക്കുവാൻ വന്ന സ്നേഹിതർ പറഞ്ഞു, നിന്റെ നിറയേട് കൊണ്ടായത് സംഭവിച്ചത്. അവസാനം ശേഖമാസകലം പരുവന്ന് പഴുത്തു പുഴുത്തു. ഒരു ചക്ക അണരുന്ന പോലെ നിൽക്കുമ്പോൾ തന്നെ ശരീരം അണരുക. ഇനി തള്ളിക്കളയാനൊന്നേ ഉള്ളൂ ഭാര്യ. അവളും പറഞ്ഞു, ഇനിയും ഭക്തി മുറുകെ പിടിക്കാതെ ദൈവത്തെ തള്ളിക്കളഞ്ഞു ചത്തുകളയിടും. എല്ലാം പോയി. എല്ലാം പോയപ്പോഴും ഒന്നിൽ നിന്നും പിടിവിട്ടില്ല. തന്റെ ദൈവത്തിൽ നിന്നുള്ള ഭക്തി. ജീവിതത്തിന്റെ സകല പ്രതിസന്ധികളിലും ദൈവത്തിലുള്ള ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? ഒരു 42-ാം അധ്യായം അവനുണ്ട്. ആ അധ്യായം പഴുപ്പിന്റെ ഗന്ധമുള്ള അധ്യായമല്ല. അത് മരണത്തിന്റെ കാക്കടിച്ച അധ്യായമല്ല. അത് തളിർപ്പിന്റെ അധ്യായമാണ്, തീർപ്പിന്റെ അധ്യായമാണ്, ഉണർപ്പിന്റെ അധ്യായമാണ്. നഷ്ടമായതെല്ലാം ഇരട്ടിയായി ദൈവം അവനെ മടക്കിക്കൊടുത്ത അധ്യായമാണ്. ദൈവത്തിലുള്ള ഭക്തിയെ മുറുകെ പിടിച്ചു. എന്നാൽ നിനക്ക് കഷ്ടതയല്ല, നിന്റെ കഷ്ടത നന്മയാകുന്ന ഒരു ദിവസമുണ്ടെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി നിന്നോട് ഇടപെടുകയാണ്. ഈ ദൂത് എന്നോടാണ് വിശ്വസിക്കുന്നത്. സ്വന്തം ചെയ്തോട്ടെ. എല്ലാം പ്രതികൂലമായപ്പോൾ, എല്ലാരും കൈവിട്ടപ്പോൾ, എല്ലാം അകന്നു പോയപ്പോൾ, സാധ്യതകളെല്ലാം മങ്ങിപ്പോയപ്പോൾ ദൈവത്തിലുള്ള ഭക്തിയെ മാത്രം മുറുകെ പിടിച്ച മാതാവേ, നിനക്കൊരു 42-ാം അധ്യായമുണ്ട്. അതിന്റെ കൈപ്പുകൾ മധുരമാക്കും. ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കും. ദൈവഭക്തിയെ മുറുകെ പിടിക്കുക. എന്താ ഭക്തി? വേഷകെട്ടലല്ല ഭക്തി, നാട്യമല്ല, അഭിനയമല്ല. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു. ഭക്തിയുടെ വേഷം ധരിച്ചതിന്റെ ശക്തിയെ ത്യജിക്കുന്ന തലമുറയിൽ എന്താണ് ഭക്തി? ഗ്രീക്കിൽ എന്നൊരു പദമുണ്ട്. ആശ്രയിക്കുക, സേവിക്കുക എന്നതിന്റെ അർത്ഥം. അപ്പൊ ആശ്രയിക്കുക, സേവിക്കുക എന്ന ആ പശ്ചാത്തലത്തിൽ നിന്നാണ് ഭക്തി എന്ന പദത്തിന്റെ ഉൽപ്പത്തി. എല്ലായ്പ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുകയും ചെയ്യുന്നതാണ് ഭക്തി കേട്ടോ. അപ്പൊ തന്നെ ശരിയായ പ്രവൃത്തിയും വിശ്വാസവും ഭക്തിയുടെ സുന്ദര ഘടകങ്ങളാണ്. യാക്കോബ് ഭക്തിയെ കുറിച്ച് പറയുന്നത്, ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ മുൻപാകെ നിഷ്കളങ്കവും ശുദ്ധമായുള്ള ഭക്തിയോ അനാദരീകൃതവുമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കടക്കം പറ്റാതെ തന്നെ കാക്കുന്നതുമാണ്. അതുകൊണ്ട് നമുക്ക് ഭക്തിയെ മുറുകെ പിടിക്കാം കേട്ടോ. ഭക്തി നല്ല തുടക്കം തരും, ഭക്തി നല്ല ഒടുക്കം തരും. ഭക്തി പ്രാർത്ഥനാ മുറിയിൽ നമ്മുടെ മുണ്ടും മടക്കിപ്പിക്കും. ഭക്തി തിരുവഴുത്തിന്റെ മുമ്പിൽ നമ്മെ അടയിരുത്തും. ഭക്തി പാപത്തോട് വിരക്തി നൽകും. ഭക്തി വിശുദ്ധ ജീവിതം നയിപ്പാൻ നമുക്ക് പ്രേരണ നൽകും. ഭക്തി നമ്മെ നല്ല പൂർത്തീകരണത്തിലെത്തിക്കും. അതുകൊണ്ട് മുറുകെ പിടിപ്പാൻ പാടില്ല എന്ന് തിരുവെടുത്ത് പറയുന്ന കാര്യങ്ങളോട് വിട പറയാം. മുറുകെ പിടിക്കുവാൻ തിരുവെടുത്ത് പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങളെ ദൃഢമായി പിടിക്കാം. അതിൽ ഭക്തിയെ മുറുകെ പിടിക്കാം. കണ്ണം നടച്ചാൽ എല്ലാവരും അതാതുകൾ എഴുന്നേറ്റ് നിൽക്കാം. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും നടച്ചാട്ടെ, എല്ലാ കാര്യങ്ങളും ഉയർത്തി പിടിച്ചാട്ടെ. ഞാൻ ചേർന്നൊരു പാട്ട് പാടി ആരാധിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ നല്ല കർത്താവേ, സകല കുടുംബത്തിന് പേർ വരുവാൻ കാരണക്കാരനായ ദൈവത്തിന് മുൻപാകെ ഈ സഭയ്ക്ക് വേണ്ടി മുട്ടുകുത്തുന്നു. സഭാ മക്കൾക്കായി മുട്ടുകുത്തുന്നു. ദൈവഭക്തിയെ മുറുകെ പിടിച്ച് ജയകരമായ ഒരു ആത്മീയ ജീവിതം നയിച്ചു മുന്നേറുവാൻ ഈ ദൂതവരുടെ അകത്തെ മനുഷ്യന് കരുത്തു പകരട്ടെ. ഇന്ന് രാത്രി വചനം കേട്ട് ബലപ്പെട്ട ജനത്തെ അനുഗ്രഹിക്കുന്നു. തുറന്ന് പാടി ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഇറങ്ങണം. ഈ സഭയെ അനുഗ്രഹിക്കുന്നു, അഭിഷേകനെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ചേർന്ന് പാടി ദൈവത്തെ